السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا وحكما وإيمانا كاملا، ورب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ വിദ്യാർത്ഥികളെ, KMA ഭാരവാഹികളെ, നമ്മളിന്ന് ഇൽമുൽ ബലാഗയാണ് ചർച്ച ചെയ്യുന്നത്. ആരുടെയൊക്കെ മൈക്ക് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നോട്ടാണ്. ഇൽമുൽ ബലാഗയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ കുറിച്ച് വളരെ വിശദമായി സൂചിപ്പിച്ചു. ആമുഖമായി പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിലുണ്ട്. അള്ളാഹു നമ്മൾക്ക് ലക്ഷ്യം നേടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൽമുൽ ബലാഗയെ സംബന്ധിച്ച് ഈ നഹ്വ് ബലാഗ എന്ന് പറയുന്ന പലർക്കും വളരെയധികം ടഫായി തോന്നുന്ന ഒരു സാധനമാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൽമുൽ ബലാഗ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഏതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻപ് കോഴിക്കോട് വെച്ചിട്ട് പ്രമുഖമായ ഒരു സ്ഥാപനത്തിന്റെ പ്രസാധക സംഘത്തിന്റെ മീറ്റിംഗ് നടക്കുക. അപ്പോൾ അതിന്റെ ചീഫ് എഡിറ്റർ പദവിയിൽ നിന്ന് വളരെ പ്രമുഖനായ ഒരാളെ മാറ്റണം. ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പക്ഷെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് വാർത്ത കൊടുക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനും മോശമാണ്, ഈ കൂട്ടായ്മക്കും മോശമാണ്. അപ്പൊ കൂട്ടത്തിലുള്ള വളരെ ദീർഘദർശിയായ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, നമ്മൾ അദ്ദേഹത്തെ മാറ്റി എന്ന അഭിപ്രായം എന്താക്കേണ്ട, വാർത്ത കൊടുക്കേണ്ടതില്ല. അതിന് പകരം ഇന്നൊരാളെ നിയമിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അതായത് ഇന്ന മാഗസിന്റെ, ഞാൻ ആ പേരോ സംഘടനയോ പത്രമോ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്ററായിട്ട് ഇന്ന വ്യക്തിയെ നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, വാർത്ത കൊടുക്കുക. അപ്പൊ അതെന്താണ്, വളരെ പോസിറ്റീവാണ്. അതേസമയം മറ്റൊരാൾക്ക് എന്താക്കിയിട്ടില്ല, മാനഹാനി ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്നും ഇതിന്റെ പകരം ഇയാളെ വെച്ചു എന്നുള്ള വാർത്ത കൊടുത്തിട്ടില്ല. അതേസമയം എന്തായിട്ടുണ്ട്, ലക്ഷ്യം കൃത്യമായി നിറവേറ്റാൻ അവർക്ക് എന്തായിട്ടുണ്ട്, സാധ്യമായിട്ടുണ്ട്. പുതിയ ഒരാളെ നിയമിച്ചതായി വാർത്താക്കുറിപ്പിൽ വിവരം നൽകി. മറ്റയാളെ കുറിച്ച് ഒരു വിവരം വാർത്തയിൽ എന്തായില്ല, കൊടുത്തില്ല എന്നല്ല. ബലാഗ എന്ന് പറയുന്നതാണ് നമ്മളിങ്ങനെ തന്ത്രപരമായിട്ട് പറയാനുള്ള ആശയങ്ങളെ കൈമാറാൻ കഴിയും എന്നുള്ളതാണ് ബലാഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ ബലാഗ എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, വർഷങ്ങളായി നമ്മളിത് പഠിക്കുന്നുണ്ട്, ഡിഗ്രിയിലും PG-യിലും അതല്ലാത്ത ഇടങ്ങളിലായിട്ടും നിരന്തരമായി കേട്ടും കണ്ടും അറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പോലും ഇതെന്താണ് എന്ന് സാധനം പലർക്കും അറിയില്ല. എന്തിന്, എങ്ങനെ, എവിടെ, എപ്പോൾ ഉപയോഗിക്കുമെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജ്ഞാനശാഖയാണ് ഇൽമുൽ ബലാഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇൽമുൽ ബലാഗ പൂർണ്ണമായി പഠിക്കാതെ അറിയാതെ ഖുർആനോ ഹദീസോ അതൊന്നും ചിലപ്പോൾ നമുക്ക് എന്താക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ സുദീർഘമായി പോകുന്നില്ല. ഒരു കാര്യം കൂടി പറയാണ്. ഞാൻ ഇൽമുൽ ബലാഗ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അൽ മുർഷിദിന്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്, പലയിടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇൽമുൽ ബലാഗയിലാണ് ആണെങ്കിലും ഏത് വിഷയങ്ങളിലാണെങ്കിലും. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ സൂചിപ്പിക്കണം. നമ്മളാരും പൂർണ്ണരായ വ്യക്തികളോ മനുഷ്യരോ അല്ല. നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ മേഖലയിൽ കൂടുതൽ സജീവമായി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ ഏറ്റെടുക്കുന്നതും പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അതിന് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ചില ചോദ്യങ്ങൾ മാത്രം കടന്ന് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഇത്രത്തോളം ഐഡിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം, കാത്തിബുൻ അബ്ബാസിയൻ ഉരിഫ ബി ഖലീഫത യൗമിൻ വലൈല അൽ മഹദി അൽ അമീൻ ഇബ്ൻ അൽ മുഅ്തസ് അൽ മഅ്മൂൻ. സ്പീഡിൽ ആൻസർ പറയാം കേട്ടോ. ആരാണ്? ഇബ്നുൽ മുഅ്തസ് ആണ്, അബ്ദുല്ലാഹിൽ മുഅ്തസ് ആണ് ഖലീഫത യൗമിൻ വലൈല എന്ന് പറയുന്നത്. എന്താണെന്ന് വിശദമായി നമ്മൾ പറയും. നെക്സ്റ്റ് ചോദ്യം, അൽ ഇൽമു അല്ലദി യബ്ഹസു ഫി തഹ്സീൻ അൽ കലാം അൽ ലഫ്ളി വൽ മഅനവി അറഫ അൽ ഉലമാ ഹകദ ഇൽമൽ അറൂദ്, ഇൽമൽ ബദീ, ഇൽമൽ ബയാൻ, ഇൽമൽ മആനി. അൽ ഇൽമു അല്ലദി യബ്ഹസു ഫി തഹ്സീൻ അൽ കലാം അൽ ലഫ്ളി വൽ മഅനവി. ഓക്കെ, ഇൽമുൽ ബദിയാണ് കേട്ടോ. നെക്സ്റ്റ്,
നെക്സ്റ്റ് ചോദ്യം قد يشيب الفتى وليس عجيبا أن يرى النور في القليب الرطيب. التشبيه الضمني، التشبيه المرسل، التشبيه المجمل، التشبيه المفصل. തെറ്റുന്നതൊന്നും വിഷയമല്ല കേട്ടോ, നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിച്ചു നോക്കൂ. تشبيه ضمنيയാണ്, تشبيه ضمنيയാണ്. دلائل الإعجاز كتاب ألفه قاضي عبد القاهر الجرجاني علي بن عبد العزيز العيال الفاضل. قاضي فاضل ആണ്, അലി ഇബ്നു അബ്ദുൽ അസീസ് ആണ്, ഖാലി അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. يسمى التشبيه إذا كان وجه الشبه فيه صورة منتزعة من متعدد ضمنيا تمثيلا بليغا مقلوبا. تشبيه التمثيل എന്നാണ് പറയാ. التورية من علم النحو، علم البديع، علم البيان، علم المعاني. علم البديع കേട്ടോ. നെക്സ്റ്റ് يجب أن يكون أقوى وأظهر في المشبه منه في المشبه ما هو وجه التشبيه، أداة التشبيه، مشبه به. وجه التشبيه. اوكي. نكست أن يتشابه اللفظان في نوع الحروف وعددها وشكلها وترتيبها ويختلفان في المعنى. جناس التامة، جناس غير التامة، طباق السلبي، طباق الإيجابي. ജനാസ് താമ. ഓക്കെ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാനാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒന്ന് ഇത് ആയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, നമ്മള് പിന്നെ ബലാഗയിലേക്ക് കിടക്കാണ്. പിന്നെ നിങ്ങളെല്ലാവരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു ഈ ബലാഗയുടെ. അപ്പൊ കുട്ടികളെല്ലാവരും ആൻസർ പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ ഈ ഉത്തരത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പലരും ഇങ്ങനെ കാണാതെ പഠിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഉത്തരം. ഈ ബലാഗത്തുൽ വാദിഹയിലുള്ള കുറെ വരികൾ, അതുപോലെ നിരന്തരമായി ആവർത്തിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാതെ പഠിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് ഇങ്ങനെ ഉത്തരം വന്നത്, എന്തുകൊണ്ടാണ് മറ്റുള്ള ഓപ്ഷൻസ് ഉത്തരം വന്നില്ല എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സംഗതി. കുറെ വർഷങ്ങളായിട്ട് ഈ വിഷയം പഠിക്കുന്നു, എന്നിട്ടും ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഓക്കെ, നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമാണ് ബലാഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു പോകണം എന്നുള്ളതാണ്. കാണാതെ പഠിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതി ആവരുത്. കാരണം ഇനിയും നമ്മൾ എത്ര കാലം ഇങ്ങനെ പിന്നെ പഠിച്ചു പോകും എന്നുള്ളത് കൂടി നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് കൂടി ചോദിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബലാഗ ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. സൗണ്ട് എനിക്ക് ഉള്ള സൗണ്ടിന്റെ പരമാവധി ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വോള്യങ്ങളൊന്ന് കൂട്ടി നോക്കൂ കേട്ടോ. ബലാഗ, അതിൽ ഫസാഹത്തുണ്ട്, ഉസ്ലൂബുണ്ട്. ഇതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് നമുക്ക്. ആദ്യം നമ്മൾ ഫസാഹത്ത് എന്നാണ് പറയാ. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാഹിത്യ സമ്പന്നമായ അല്ലെങ്കിൽ സാഹിതീയമായ രീതിയിൽ സംസാരിക്കുക എന്നൊക്കെയാണ് പറയാറുണ്ട്. ഫസാഹത്ത് എന്നാൽ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ അൽ ളുഹൂർ വൽ ബയാൻ, വ്യക്തതയും വിശദവും ആയ കാര്യങ്ങൾ എന്നാണ്. ളുഹൂർ എന്ന് പറഞ്ഞാൽ വ്യക്തത, ബയാൻ എന്ന് പറഞ്ഞാൽ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകൾ സാഹിത്യം എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഭാഷയിൽ തിരിയാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ കൺവേ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത്. അൽ കലാമുൽ ഫസ്വീഹ്, കലാമുൽ ഫസ്വീഹ് എന്ന് പറഞ്ഞാൽ മാകാന വാദിഹൽ മഅന സഹ്ലുൽ ലഫ്ളി ജയ്യിദുസ് സബ്ക്. വാദിഹൽ മഅന, അർത്ഥം വളരെ സുവ്യക്തമായതാണ്. സഹ്ലുൽ ലഫ്ള്, ലളിതമായ പദാവലികൾ ഉപയോഗിക്കുന്നതാണ്. ജയ്യിദുസ് സബ്ക്, നല്ല കോർവയിൽ. അപ്പം ലളിതമായ പദാവലികൾ അടുക്കും ചിട്ടയോടുകൂടി അർത്ഥം വ്യക്തമാവുന്ന രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ട കലാമുകൾക്കാണ് കലാമുൽ ഫസ്വീഹ് എന്ന് പറയാം. അതാണ് പറഞ്ഞത്, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവേ ചെയ്യുന്ന സാധനമാണ് സാഹിത്യ സമ്പന്നമായ വാക്കുകൾ അല്ലെങ്കിൽ സംസാരം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മാകാന വാദിഹുൽ മഅന, അർത്ഥം വളരെ സുവ്യക്തമായതും, സഹ്ലുൽ ലഫ്ള്, എന്താണ് സുഗ്രാഹ്യമായ ലളിതമായ പദങ്ങൾ ഉപയോഗിക്കുന്നതും, ജയ്യിദുസ് സബ്ക്, അതുപോലെ നല്ല കോർവയിൽ പദങ്ങളെ ചേർത്ത് വെക്കുന്നതുമായ കലാമുകൾക്കാണ് കലാമുൽ ഫസ്വീഹ് എന്ന് പറയാം. ഓക്കെ, സാഹിത്യം എന്ന് പറഞ്ഞാൽ അൽ ളുഹൂർ വൽ ബയാൻ നമ്മൾ പറഞ്ഞു. അഫ്സഹ സുബ്ഹു എന്ന് ഭാഷയിൽ പറയും. ഇതാ അൽഅഹറ, പ്രഭാതം പൊട്ടിവിടുന്നതിന് എന്ത് പറയും? അഫ്സഹ സുബ്ഹു എന്ന് പറയാറുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറയുന്നത് അഖി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി, അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്
സംസാരത്തിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു അല്ലെ. ചെറുപ്പത്തിൽ ഫിറഔൻ എന്താകുന്നുണ്ട്, മൂസാ നബി ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. തീക്കട്ടയും പാലും വെച്ചിട്ട് ഏതാണ് എടുക്കുക എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് തീക്കട്ടയാണ് എടുത്തത്. അങ്ങനെ നാവിൽ വെച്ചപ്പോൾ എന്തായി പൊള്ളുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ഏതായാലും ഇപ്പൊ മൂസാ നബിക്ക് എന്തല്ല അത്ര സ്ഫുടതയോടുകൂടി സംസാരിക്കുന്ന കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് മൂസാ നബി എന്താ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അഹി ഹാറൂൻ, എന്റെ സഹോദരൻ ഹാറൂനെ കൂടെ എന്റെ കൂടെ അയക്കണം. ഓ അഫ്സഹു മിന്നി, അദ്ദേഹം എന്താണ് എന്നെക്കാൾ മനോഹരമായി സംസാരിക്കുന്ന ആളാണ്. ഐ അബിയനു മിന്നി, കാര്യങ്ങൾ എന്നെക്കാൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ആളാണ് എന്ന് ഖുർആനിൽ കാണുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അല്ലെ, അന അഫ്സഹുൽ അറബ് ബൈദ അന്നി മിൻ ഖുറൈശ്, യമനിൽ നിന്നുള്ള വളരെ കുഗ്രാമത്തിൽ നിന്നുള്ള ഗോത്രീയ ജനത നിബിതങ്ങളെ കാണാൻ വന്നു. അവരുടെ ഭാഷയിൽ അവർ നിബിതങ്ങളോട് സംസാരിച്ചു. നിബിതങ്ങൾ അവർക്ക് അവരുടെ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞപ്പോ സ്വഹാബത്ത് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. നബി, അങ്ങക്ക് എങ്ങനെയാണ് അവരുടെ ഭാഷയൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ ഹദീസിന്റെ അവസാന നിബിതങ്ങൾ പറയുന്നത്, അന അഫ്സഹുൽ അറബ്, ഞാൻ അറബികളിൽ ഏറ്റവും അഫ്സഹായിട്ടുള്ള മനുഷ്യനാണ്, ആളാണ്. ബൈദ അന്നി മിൻ ഖുറൈശ്, അതിനൊക്കപ്പുറം ഞാൻ ആരും കൂടിയാണ്, ഖുറൈശി വംശത്തിൽ നിന്നുള്ള ആള് കൂടിയാണ് എന്ന് പറയും. അപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചത് അഫ്സഹ് എന്നുള്ള പദം ഏത് രൂപത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ഇതിലൂടെ കൺവേ ചെയ്ത ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ആളുകൾക്ക് വ്യക്തമാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇസ്തിലാഹൻ, അതിന്റെ സാങ്കേതിക അർത്ഥത്തിൽ അതിന്റെ നിർവചനം എന്ന് പറയുന്നത് ഇബാറത്തുൻ അൻ അൽഫാദുൽ ബയ്യിന അൽവാഹിറ അൽ മുതബാദിറത്തു ഇലൽ ഫഹ്ം. ഇബാറത്തുൻ അൻ അൽഫാദുൽ ബയ്യിന, വ്യക്തമായ പദാവലികൾ ആവിഷ്കരിക്കലാണ്. അൽ മുതബാദിറത്തുൽ ഫഹ്ം, കേട്ട മാത്രയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അൽ മുതബാദിറത്തു ഇലൽ ഫഹ്ം, തബാദറ ഇല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇൽ ഫഹ്ം, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ വ്യക്തമാവുന്ന രൂപത്തിൽ എന്താണ് ലഫ്ദുകളെ ആവിഷ്കരിക്കുന്നതിനാണെന്ന് പറയാ ഫസ്വാഹത്ത് എന്ന് പറയാം. ഓക്കെ, ഫസ്വാഹത്ത് എന്ന് പറയാം. ഇബാറത്തുൻ അനിൽ അൽഫാദുൽ ബയ്യിനത്തുൽ വാഹിറ, വളരെ വ്യക്തവും വിശദവുമായ പദാവലികളെ ആവിഷ്കരിക്കലാണ് എങ്ങനെയുള്ള അൽ മുതബാദിറത്തുൽ ഫഹ്ം, കേട്ട മാത്രയിൽ നമുക്ക് ഗ്രാഹ്യമാവുന്ന രീതിയിൽ എന്നർത്ഥം. ഓക്കെ, ഇനി ഒരു ചോദ്യം നോക്കാം. ഹുനാക ശുറൂത്തുൻ ലിയകൂന തർക്കീബു ഫസീഹൻ ലൈസ മിൻഹ, ഇവിടെ ജുംല ഫസീഹാവാൻ വേണ്ടി ചില ഷർത്തുകളുണ്ട്, അതിൽ പെട്ടത് അല്ല ഏത് എന്നാണ് ചോദ്യം. സലാമത്തുഹു മിൻ അൽ-ളഅഫി അൽ-തഅലീഫ്, സലാമത്തുഹു മിൻ അൽ-തഅഖീദ് അൽ-ലഫ്ളി, ഖുറൂജുഹു മിൻ ഖവായിദ് അൽ-ലുഗ അൽ-മുഖ്തലിഫ, ഖുലുബുഹു മിൻ തനാഫുൽ കലിമാത്ത്, ഖുലുബുഹു മിൻ തനാഫുൽ കലിമാത്ത്. എല്ലാവരും പറഞ്ഞ ആൻസർ ശരിയാണ്, സി ആണ് അല്ലെ. അപ്പോ നമുക്ക് ഈ മറ്റു മൂന്ന് ഓപ്ഷനുകൾ നോക്ക്. ഈ മൂന്ന് ഓപ്ഷനുകളിൽ നിന്നും മുക്തമായാലാണ് കലാം ഫസ്വിഹാവുക. ഒന്ന് ലഅഫു തഅലീഫിൽ നിന്ന് മുക്തമാവണം, തഅഖീദുൽ ലഫ്ളിൽ നിന്ന് സുരക്ഷിതമാവണം, ഖുലുബുഹു മിൻ തനാഫുൽ കലിമാത്ത്, അതിൽ നിന്നും എന്താക്കണം, മുക്തമാവണം. അപ്പോഴേ കലാം എന്താവുള്ളൂ, ഫസീഹാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതെന്താവണം, മുത്തഫിഖത്തൻ മിൻ ഖവായിദിൽ ലുഗ അൽ മുഖ്തരിദ, ഭാഷയുടെ നിയമാവലികളോട് എന്താക്കണം, ചേർന്ന് വരുന്നതാവണം, യോജിച്ച് വരുന്നതാവണം എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ലൈസ എന്നാണ് ചോദിച്ചത്, ലൈസ മിന്ന എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് പോയത്, ഓപ്ഷൻ സി ആൻസർ ആയി വന്നത്. ഖുറൂജുഹു മിൻ ഖവായിദിൽ ലുഗ അൽ മുഖ്തരിദ, ഭാഷയുടെ പൊതുവായ നിയമങ്ങളിൽ നിന്ന് പുറത്തു കടന്ന പിന്നെ എന്തായി, അത് പിന്നെ ഫസീഹല്ലല്ലോ. അതെന്തായാലും ഭാഷയിൽ നിന്ന് ആ ഭാഷയുടെ നിയമാവലിക്ക് എതിരാകുമ്പോൾ കലാം ഒരിക്കലും എന്താവില്ല, ഫസ്വീഹാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റുകൾ ഓർത്തു വെക്കണം. ഒരു കലാം ഫസ്വീഹാവാൻ ഈ 4 കാര്യങ്ങൾ വേണം. ഒന്ന് ലഅഫു തഅലീഫിൽ നിന്ന് രക്ഷപ്പെടണം, തഅഖീദുൽ ലഫ്ളിൽ നിന്ന് രക്ഷപ്പെടണം, അതുപോലെ ഖവായിദുൽ ലുഗ അൽ മുഖ്തരിദയോട് യോജിച്ചതാവണം. അതുപോലെ ഖുലുബുഹു മിൻ തനാഫുൽ കലിമാത്തിൽ നിന്നും മുക്തമാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഓരോന്നും എന്താണ് നമ്മൾ പറയൂട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി ബലാഗ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫസാഹത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫസാഹത്ത് എന്താണെന്ന് പറഞ്ഞു. ഇനി ബലാഗത്ത് എന്താണെന്ന് പറയാൻ പോവാണ്. ബലാഗത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫസ്വീഹത്ത് പറഞ്ഞു. ഫസ്വീഹത്ത് നമുക്ക് കൃത്യമായി പറഞ്ഞു, ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ലളിതമായ പദാവലികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഗ്രാഹ്യമാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്വാഹത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബലാഗ എന്ന് പറയുന്നത് എന്താണ്, തഅദിയത്തുൽ മാന, നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ കൈമാറലാണ്. അൽ ജലീൽ, മഹത്തായ ആശയത്തെ, വാദിഹൻ, വളരെ വ്യക്തമായ രൂപത്തിൽ, ബി ഇബാറത്തിൻ സ്വഹീഹത്തിൽ, ശരിയായ ഇബാറത്തിലൂടെ, സ്വഹീഹായ ഇബാറത്തിലൂടെ വ്യക്തമായ രൂപത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ കൈമാറുന്നതിനാണ് ബലാഗ എന്ന് പറയാം. നമ്മൾ ഈ ബലാഗ എന്നിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും ചോദിച്ചു എന്താണ് ഈ ബലാഗ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് പറയണം. ആളുകൾക്ക് വ്യക്തമാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ, ബലാഗ എന്ന് പറയാ.
സിമ്പിളായി ഒറ്റ മലയാളത്തിൽ അതിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ, ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ, ബലാഗ എന്ന് പറയുക. ഓക്കെ, തഅദിയത്തുൽ മഅന, തഅദിയത്തുൽ മഅന അൽ ജലീൽ, തഅദിയത്തുൽ മഅന അൽ ജലീൽ, മഹത്തായ ആശയത്തെ കൈമാറലാണ്. വാദിഹൻ, വളരെ വ്യക്തമായ രൂപത്തിൽ, ബിഇബാറത്തിൻ സ്വഹീഹത്തിൻ ഫസ്വീഹത്തിൻ, വളരെ സാഹിത്യ സമ്പന്നമായ ശരിയായ ഇബാറത്തിലൂടെ. ഓക്കെ, മൈക്ക് ഓണാന്ന് ശ്രദ്ധിക്കണം മക്കളെ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഇൽമുൻ യുറക്കിസു അലാ ജമാലിയത്തി തഅബീർ, ഇൽമുൽ ബലാഗ, ഫിഖ്ഹുൽ ലുഗ, ഇൽമുൽ അറൂദ്, ഇൽമുൽ സർഫ്. ഇതൊക്കെ വിവിധ എക്സാമുകളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൽമുൻ യുറക്കിസു അലാ ജമാലിയത്തി തഅബീർ, ആവിഷ്കാര സൗന്ദര്യത്തിൽ കേന്ദ്രീകരിക്കുന്ന ജ്ഞാനശാഖ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇൽമുൻ, ഒരു ജ്ഞാനം ശാഖ, യുറക്കിസത് കേന്ദ്രീകരിക്കുന്നു, അലാ ജമാലിയത്തി തഅബീർ, ആവിഷ്കാര സൗന്ദര്യത്തിന്റെ മേൽ എന്നാണ്. ഇൽമുൽ ബലാഗ, ഫിഖ്ഹുൽ ലുഗ, ഇൽമുൽ അറൂദ്, ഇൽമുൽ സർഫ്. വളരെ സിമ്പിൾ ആണ്, അതിന്റെ ഓപ്ഷൻ കണ്ടാൽ അല്ലെ. ഇൽമുൽ ബലാഗയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ ഭംഗിയായി വളരെ മനോഹരമായി ആവിഷ്കരിക്കുക എന്നുള്ളത് ജമാലിയത്ത് തഅബീറാണ്. ഇവിടെ അതിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നതാണ് ജമാലിയത്ത് തഅബീർ, ആവിഷ്കാരത്തെ ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. അതാണ് ഇൽമുൽ ബലാഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ലൈസ മിൻ അസാലിബി തഅബീർ അൽ ഉസ്ലൂബ് അൽ അദബി, അൽ ഉസ്ലൂബ് അൽ ഇൽമി, അൽ ഉസ്ലൂബ് അൽ ഖിത്വാബി, അൽ ഉസ്ലൂബ് അൽ ആതിഫി. ഉസ്ലൂബുൽ ആതിഫിയാണ് അതിൽ പെടാത്തത് കേട്ടോ. അസാലിബി തഅബീറിൽ പെടാത്തത് ഉസ്ലൂബുൽ ആതിഫിയാണ്. എന്താണ് നമ്മൾ വിശദമായി പറയും. ഉസ്ലൂബുൽ അദബിയും ഉസ്ലൂബുൽ ഇൽമിയും ഉസ്ലൂബുൽ ഖിതാബിയും ഒക്കെ അസാലിബ് തഅബീറിൽ, ആവിഷ്കാര രീതികൾ, ശൈലികളിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഉസ്ലൂബുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഫസാഹത്തിനെ കുറിച്ചാണ്. എന്താണ് സാഹിത്യപരമായ കലാം, സംസാരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജുംല കലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം അല്ലെ. വളരെ ലളിതമായ പദാവലികൾ ഉപയോഗിച്ച് ഗ്രാഹ്യമാവുന്ന രൂപത്തിൽ നല്ല കോർവയിൽ കലാം ആവിഷ്കരിക്കുന്ന കലാമിനെയാണ് ഫസാഹത്ത് എന്ന് പറയാം. ഇത് നമ്മൾ ബലാഗത്ത് പറഞ്ഞു. ബലാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്വീഹായ സ്വഹീഹായ ഇബാറത്തോടുകൂടി ഉള്ളിലുള്ള ആശയത്തെ കൈമാറുന്നതിനാണ് ബലാഗ എന്ന് പറയാം. അപ്പൊ നമ്മൾ നമുക്ക് കൈമാറാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി. അതിനെ ഏറ്റവും ഭംഗിയാക്കുന്ന രൂപത്തിലും കൈമാറണം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ കൈമാറാൻ ഏതൊക്കെ മെത്തേഡുകൾ, ഏതൊക്കെ ഉസ്ലൂബുകൾ, ശൈലികൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ ഭംഗിയായി എങ്ങനെ കൈമാറാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ. അപ്പൊ അതിന് ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം, എങ്ങനെ എന്താക്കാം, കൈമാറാം എന്നാണ് പറയുന്നത്. അതാണ് ഉസ്ലൂബ് എന്ന് പറയുന്നത്. ഉസ്ലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ, അൽ മഅനൽ മുസവ്വഖ് ഫി അൽഫാദിൻ മുഅല്ലഫത്തിൻ അലാ സൂറത്തിൻ തകൂനു അഖറബു ലിനൈലിൽ ഗർദിൽ മഖ്സൂദ് മിനൽ കലാം വഅഫ്അലു ഫി നുഫൂസിസ് സാമിഈൻ. ഈ താരീഫിന്റെ വലിപ്പം കണ്ടെങ്കിൽ ബേജാറാവുണ്ട് കേട്ടോ. അൽ മഅനൽ മുസവ്വഖ്, കോർത്തെടുക്കപ്പെട്ട അല്ലെങ്കിൽ കടഞ്ഞെടുക്കപ്പെട്ട ആശയമാണ്. ഫി അൽഫാദിൽ മുഅല്ലഫത്തിൽ, അനുയോജ്യമായ പദാവലികൾ ഉപയോഗിച്ച്, അലാ സൂറത്തിൻ, ഒരു രൂപത്തിൽ, തകൂനു, ആ രൂപമാകും, അഖ്റബു ലിനൈലിൽ ഗർദിൽ മഖ്സൂദ് മിനൽ കലാം, ആ കലാമ കൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ ഏറ്റവും സാധ്യമാകുന്ന ഒന്നായിത്തീരും. അതുപോലെ അഫ്അലു നുഫൂസിസ് സാമിഈൻ, ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നതും ആയിത്തീരും എന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അൽ മഅനൽ മുസവ്വഖ് ഫി അൽഫാദിൽ മുഅല്ലഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കടഞ്ഞെടുക്കപ്പെട്ട ആശയം. ഇതാണ് തഅദിയത്തുൽ മാന, കടഞ്ഞെടുക്കപ്പെട്ട ആശയം. ഫി അൽഫാദിൻ മുഅല്ലഫ, അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ. ഫി അൽഫാദിൻ സഹിലത്തിൻ, എന്താണ്, അതുപോലെ നല്ല കോർവയിൽ ലളിതമായ പദാവലികൾ. അതാണ് അവിടെ അതിന്റെ ഏറ്റവും ചുരുക്കരൂപമാണ് അൽ മഅനൽ മുസവ്വഖ് ഫി അൽഫാദിൻ മുഅല്ലഫത്തിൻ. എന്നിട്ടോ അല സൂറത്തിൻ, അതിനെ മനോഹരമായ രൂപത്തിലാക്കുന്നു. തകൂനു, ആ രൂപമായി തീരും. അഖ്റബു ലിനൈലിൽ ഗർദിൽ മഖ്സൂദ് മിനൽ കലാം, കലാമിൽ നിന്നുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ ഏറ്റവും സാധ്യമായ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന രൂപത്തിലായി തീരും എന്നുള്ളതാണ്. ആ രൂപത്തിൽ കാര്യങ്ങളെ കൈമാറുക എന്നുള്ളതാണ്. എന്നിട്ട് അതുപോലെ അഫ്അലു നുഫൂസിസ് സാമിഈൻ, ശ്രോതാക്കളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ കൈമാറുന്നതിനാണ് ശൈലി എന്ന് പറയുന്നത്, ഉസ്ലൂബ് എന്ന് പറയുന്നത്. ഉസ്ലൂബ് എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ അധ്യാപകരാണ്, പല രൂപത്തിൽ പല തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളാണ്. ഓരോ കുട്ടികളോടും ഓരോ ശൈലിയിലാണ് നിങ്ങൾ പറയാം. 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയുന്ന ശൈലിയല്ല 5ലെയും 6ലെയും കുട്ടികളോട് പറയാം. 5ലെയും 6ലെയും കുട്ടികളോട് പറയുന്ന ശൈലിയല്ല 9ലെയും 10ലെയും അല്ലെങ്കിൽ +1ലെയും +2ലെയും കുട്ടികളോട് പറയാം, അല്ലെ. അപ്പൊ അവരോട് പറയുന്ന രൂപം എന്തായിരിക്കണം? അവരോട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയണം.
അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതുമായിരിക്കണം. അതാണ് ഉസ്ലൂബ് എന്ന് പറയുന്നത്, അല്ലെ? 1ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ മക്കളൊക്കെ ചേർത്ത് പിടിച്ച് അടുത്ത് പിടിച്ച് സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഇനി 5ൽ 6ലെ കുട്ടികളാണെങ്കിലോ കുറച്ചും കൂടി ഉപദേശ രൂപത്തിലാവും. 8ലെ 9ലെ കുട്ടികൾക്ക് ചിലപ്പോൾ വാണിംഗ് രൂപത്തിൽ പറയേണ്ടി വരും. പല രൂപത്തിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ എന്താക്കുക. ഒരേ കാര്യം തന്നെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളോട് വൈവിധ്യമാർന്ന രൂപത്തിലായിരിക്കും നമ്മൾ എന്താവുക, കൈമാറുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ശൈലി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ മക്കളോട്, മുതിർന്ന മക്കളോട് പറയുന്നത് പോലെ ആയിരിക്കും ഏറ്റവും താഴെയുള്ള ചെറിയ മക്കളോട് പറയുന്നത്. ഒരുപക്ഷെ നമ്മളോട് നമ്മുടെ രക്ഷിതാക്കൾ പറയുന്ന ശൈലിയും അതുപോലെ വ്യത്യസ്തമായിരിക്കും. നിങ്ങളത് ആലോചിച്ചാൽ മതി. അതാണ് ഉസ്ലൂബ് എന്ന് പറയുന്നത്. ഇനി ഉസ്ലൂബ് 3 രൂപത്തിലാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു, അല്ലെ? ഉസ്ലൂബുൽ ഇൽമി, ഉസ്ലൂബുൽ അദബി, ഉസ്ലൂബുൽ ഖിത്വാബി എന്നിങ്ങനെ 3 രൂപത്തിലാണ് ശൈലികൾ ഉള്ളത്. ഉസ്ലൂബുൽ ഇൽമി, ഉസ്ലൂബുൽ അദബി, ഉസ്ലൂബുൽ ഖിത്വാബി, ഇങ്ങനെ 3 രൂപത്തിലാണ് ശൈലികൾ ഉള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഉസ്ലൂബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അൽഹർ മീസാത്ത് എന്ന് പറയുന്നത് അൽ വുളൂഹ്, വ്യക്തതയാണ്, അല്ലെ? നമ്മുടെ ഇൽമിയായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, വ്യക്തമാവുന്ന രൂപത്തിലേ പറയാം. അല്ലാതെ ആർക്കും തിരിയാതെ കടുകട്ടിയുള്ള ഭാഷയിൽ പറഞ്ഞാൽ എന്താവില്ല, കുട്ടികൾക്ക് കാര്യം മനസ്സിലാവില്ല. അപ്പൊ എന്താണ്, വളരെ ലളിതമായ പദാവലികൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് വ്യക്തമാവുന്ന രൂപത്തിൽ പറയാന്നുള്ളതാണ് ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത്. അവിടെ അത്രേ ഉള്ളൂ ഓർക്കാൻ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, അൽഹർ മീസാ അൽ വുളൂഹ്, വ്യക്തതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ജമാലുഹു ഫി സുഹൂൽ ഇബാറത്തി, അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ പദാവലികളിലെ ആളിത്യത്തിലാണ്. ഫി സുഹൂൽ ഇബാറത്തിഹി, അതിന്റെ ലളിതമായ പദാവലികളിലാണ് അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. തൻഹ അനിൽ മജാദി വൽ മുഹ്സനാത്തിൽ ബദീ, യാനി ബഈദുൻ അനിൽ മജാദി വൽ മുഹ്സനാത്തിൽ ബദീ. അതെന്തായിരിക്കും, മജാദ് മുഹ്സനാത്തിൽ ബദീ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വിദൂരത്തായിരിക്കും. അതൊന്നും ഉണ്ടാവില്ല, അവിടെ പ്രയോഗിക്കില്ല. അതൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുക എന്നുള്ളതാണ്. അതുപോലെ എന്താണ്, ബഈദുൻ അനിൽ ഖയാലി ശഅരി, കാവ്യഭാവനയിൽ നിന്നൊക്കെ വിദൂരത്തായിരിക്കും. ബഈദുൻ അനിൽ ഖയാലി ശഅരി, കാവ്യഭാവനയിൽ നിന്നൊക്കെ വിദൂരത്തായിരിക്കും. യുഖാതിബുൽ അഖൽ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഉസ്ലൂബുൽ ഇൽമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. യുഖാതിബുൽ അഖൽ, അതെന്താണ്, ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. യശ്റഹുൽ ഹഖായിഖൽ ഇൽമിയ, വൈജ്ഞാനികമായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വിവരിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്തായിരിക്കും, നിഗൂഢമാവില്ല, അല്ലെങ്കിൽ അവ്യക്തമായ ജുംലകളായിരിക്കില്ല, സെന്റൻസുകളായിരിക്കില്ല. അതേസമയം എന്തായിരിക്കും, വളരെ ലളിതമായ പദാവലികൾ ഉപയോഗിച്ച് വളരെ വ്യക്തമാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഉസ്ലൂബുൽ ഇൽമിയിൽ ചെയ്യുന്നത്. അത് സംവദിക്കുന്നത് ആരോടാണ്, ബുദ്ധിയോടാണ്. യുഖാതിബുൽ അഖൽ, ബുദ്ധിയോടാണ് അത് എന്താവുന്നത്, സംവദിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബുദ്ധിയോടാണത് സംവദിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഉസ്ലൂബുൽ ഇൽമി ഒക്കെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, വ്യക്തതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അതുപോലെ യുഖാതിബുൽ അഖൽ, ബുദ്ധിയോടാണ് അത് എന്താക്കുന്നത്, സംവദിക്കുന്നത്. ഓക്കെ, ഒരു ചോദ്യം നോക്ക്. അബാദുൽ അസാലീബ് അനിൽ ഖയാൽ വൽ ആതിഫ ലിഅന്നഹു യുഖാതിബുൽ അഖ്ല വൽ മൻതിഖ്. സെറ്റ് എക്സാമിന് 2020 ചോദിച്ച ഒരു ചോദ്യമാണ്. അൽ ഉസ്ലൂബുൽ ഖിതാബി, അൽ ഉസ്ലൂബുൽ ഇൽമി, അൽ ഉസ്ലൂബുൽ അദബി, അൽ ഉസ്ലൂബുൽ ശഅരി. ഉസ്ലൂബുൽ ഇൽമിയാണ് അല്ലെ, ചോദ്യം വളരെ വ്യക്തമാണ്. അബഅദുൽ അസാലീബ് അനിൽ ഖയാൽ, അല്ലെ, ഖയാൽ ശഅരിയിൽ നിന്ന്, കാവ്യഭാവനയിൽ നിന്ന് വിദൂരത്താണ്. വൽ ആതിഫ, അതിൽ നിന്നൊക്കെ, അതൊക്കെ സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ്, വിദൂരത്താണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞു, യുഖാതിബുൽ അഖൽ, ബുദ്ധിയോടാണ് സംവദിക്കുക എന്നുള്ളത്. അതേതാണ്, ഉസ്ലൂബുൽ ഇൽമിയാണ്. ഉസ്ലൂബുൽ ഇൽമിയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഉസ്ലൂബുൽ അദബി എന്ന് പറയാണ്. ഉസ്ലൂബുൽ അദബി എന്നുള്ളത് പറയാണ് അബ്റസു സിഫാത്തിഹി അൽ ജമാൽ, അതിന് ഏറ്റവും ഭംഗി എന്ന് പറയുന്നതാണ് സൗന്ദര്യമാണ് എന്നുള്ളത്. ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. ഖയാലുൻ റഅയുൻ, വളരെ മനോഹരമായ ഇമാജിനേഷനാണ്, വളരെ മനോഹരമായ ഇമാജിനേഷനാണ് എന്നുള്ളതാണ്, അല്ലേ? പിന്നെ ബാല്യകാലസഖിയിൽ ബഷീർ അവതരിപ്പിക്കുന്നുണ്ട്, എന്താണ്, പിന്നെ മാവിന്റെ മുകളിൽ കയറിയ മജീദിനോട് സുഹറ താഴെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, മാങ്ങ പറിക്കാൻ വേണ്ടി മജീദ് എന്താണ്, മാവിന്റെ മുകളിൽ കയറിയതാണ്. താഴെ നിന്ന് സുഹറ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മക്കം കാണുന്നുണ്ടോ എന്നുള്ളത്. മലയാളി മുസ്ലിമിന്റെ എന്താണ് ഭാവനയിൽ അന്നത്തെ ഏറ്റവും വലിയ സ്വപ്നഭരിതമായ ഒരിടമാണ് മക്കയിലെത്തുക എന്ന് പറയുന്നത്, അല്ലെ? അന്ന് മക്കയിലെത്തുക എന്നത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ ഭാവനയുടെ ആ ആഗ്രഹത്തിന്റെ സഫലീകരണത്തെ ബഷീർ ഒറ്റ വരികളിൽ വളരെ സിമ്പിൾ ആയിട്ട് വരച്ചിടുകയാണ്. മജീദിനോട് സുഹറ അവിടെ നിന്ന് താഴെ നിന്ന് ചോദിക്കുകയാണ്. അവിടെ മാവിന്റെ മുകളിൽ കയറി നിന്ന് മാങ്ങ പറിക്കാൻ കയറിയ മജീദിനോട് സുഹറ ചോദിക്കുന്നു, നിങ്ങൾ മക്കം കാണുന്നുണ്ടോ എന്നുള്ളത്.
നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ബഷീർ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹത്തെ 2 വരികളിൽ കോറിയിട്ടത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഉസ്ലൂബുൽ അദബി എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ അബ്റസ് സിഫാത്തി അൽ ജമാൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നതാണ് ഭംഗിയാണ്, സൗന്ദര്യമാണ് എന്നുള്ളതാണ്. ഖയാലുൻ റഅയുൻ, വളരെ മനോഹരമായ ഭാവനയാണ് എന്നുള്ളതാണ്. ഇൽഹാറുൽ മഹ്സൂസ് ഫി സൂറത്തുൽ മാനവി, അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള പിന്നെ ആ ആശയങ്ങളെ ഒരു നമുക്ക് അനുഭവവേദ്യമാക്കി തരിക, ചിത്രീകരിച്ച് തരികയാണ്, അല്ലെ, ഫീലിങ്സിനെ പ്രകടിപ്പിക്കുക. ഫീ സൂറത്തുൽ മാനവി, ഒരു ആശയ രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പല കഥകളിൽ നിങ്ങൾ തന്നെ പഠിച്ചു പോയി ശബ്ദിക്കുന്ന കലപ്പയിൽ അവിടുന്ന് ആ മൃഗവും അതിലെ കഥാപാത്രവും അനുഭവിക്കുന്ന ഒരു തീക്ഷ്ണതയുണ്ട്. അതുപോലെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ ആ നായ നോക്കി നിന്നുകൊണ്ട് യജമാനനെ കത്ത് നിന്ന് അവന്റെ വീടിന്റെ കാവലിൽ നിന്ന് ആ ഒരു നായ അനുഭവിക്കുന്ന ഒരു തീക്ഷ്ണമായ ഒരു വൈകാരികതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയ ആ ഒരു ബന്ധത്തിന്റെ ആഴം ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിലൂടെ നമുക്ക് ആവിഷ്കരിച്ച് തരുന്നു എന്നുള്ളത്. യെസ് പൊൻകുന്ന് വർക്കിയുടെ ആവിഷ്കരിച്ച് തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇൽഹാറുൽ മഹ്സൂസ് ഫീ സൂറത്തുൽ മാനവി എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സാഹിത്യം കുറെ കൂടി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, നിങ്ങളെ എന്നെക്കാൾ മികച്ച വായനക്കാരായിരിക്കും നിങ്ങൾ. അൽ ഉസ്ലൂബുൽ ഖിതാബി, അടുത്തതായി പറയുന്നത് ഉസ്ലൂബുൽ ഖിതാബിയെ കുറിച്ചാണ്. ഉസ്ലൂബുൽ ഖിതാബി എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അൽഹറാണ്, വ്യക്തതയാണ്, അല്ലെ. നമ്മളൊരു പ്രഭാഷണം നിർവഹിക്കുകയാണ് ആളുകൾക്ക് മുമ്പിൽ. അപ്പൊ നമ്മൾ കാര്യങ്ങൾ എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും, അല്ലെ. അല്ലാതെ ഇപ്പോ നമ്മളിപ്പോ മേത്തിലിന്റെ എഴുത്തുകളെ കുറിച്ച് പറയാറുണ്ട്, വായിച്ചാൽ പെട്ടെന്നുള്ള വായനയിലൊന്നും തിരിയാറില്ല. ചിലപ്പോൾ കുറേ തവണയൊക്കെ വായിച്ച് ആലോചിച്ചിട്ടൊക്കെ ഇരുന്നാലേ ചിലപ്പോൾ മേത്തിലിന്റെ എഴുത്തുകളൊക്കെ എന്താവുള്ളൂ, മനസ്സിലാവാറുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് അതിന്റെ വേറൊരു തലം. ഇപ്പൊ ഉസ്ലൂബുൽ ഖിതാബി എന്ന് പറയുക ആളുകൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമാവുന്ന രൂപത്തിൽ പറയാന്നുള്ളതാണ്. മറ്റു സവിശേഷത തക്രാർ, ആവർത്തിച്ചു പറയും, അല്ലെ. പ്രസംഗത്തിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഊന്നൽ നൽകി പറയും. ഇസ്തിഅമാൽ മുതറാദിഫാത്ത്, പര്യായ പദങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കും, പര്യായ പദങ്ങൾ ഉപയോഗിക്കും. ലറബുൽ അംസാൽ, ഉദാഹരണങ്ങൾ പറയും. നിങ്ങൾ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രഭാഷകരായിരിക്കും ഒരുപക്ഷെ, അപ്പൊ നിങ്ങൾ അതേ ആലോചിച്ചാൽ മതി നമ്മൾ എന്തൊക്കെയാണ് പ്രഭാഷണത്തിൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ലറബുൽ അംസാൽ, ഉദാഹരണങ്ങൾ പറയും. ഇഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല ദാത്തുർ റനീൻ, അല്ലെ, സ്ഥാനാത്മകമായ പദാവലികൾ ഉപയോഗിക്കും. ഇഖ്തിയാറുൽ കലിമാത്ത്, അല്ലെ, പ്രാസം ഒപ്പിച്ചുള്ള പദാവലികൾ ഇങ്ങനെ ഉപയോഗിക്കും. ഇഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല ദാത്തുർ റനീൻ. തബ്റുസു ഖുവ്വത്തുൽ മആനി വൽ അൽഫാം, ആശയങ്ങളുടെയും വാക്കുകളുടെയും ശക്തി വെളിവാക്കും, അല്ലെ. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുമ്പോൾ മൈക്കിന്റെ അടുത്തൊക്കെ വന്നിട്ട് എന്താക്കും, ഘനഗാംഭീര്യത്തോടു കൂടി ശബ്ദങ്ങളൊന്ന് കൂട്ടിയിട്ട് എന്താക്കും പറയും. അങ്ങനെ വ്യത്യസ്തമായ കയറ്റിറക്കങ്ങളിലൂടെ ആയിരിക്കും എന്താക്കുക ഒരു പ്രഭാഷണം ഇങ്ങനെ പോവുക. അപ്പൊ അത് ഓർത്താണ്. അപ്പൊ ഇതാണ് 3 ശൈലികൾ എന്ന് പറയുന്നത്. ഉസ്ലൂബ് തക്രാർ എന്നാണ് ആവർത്തിക്കുക, തക്രാർ എന്നാണ് ആവർത്തിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ ചിലപ്പോൾ ആവർത്തിച്ച് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതാണ് 3 പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉസ്ലൂബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. അവിടെ എന്തില്ല, ഭാവനയില്ല, പിന്നെ മുഹ്സിനാത്തുൽ മജാസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇനി ഉസ്ലൂബുൽ അദബിയിലേക്ക് വരുമ്പോഴാണ് സാഹിത്യപരമായ കാര്യങ്ങളാണ്. അവിടെ നമുക്കറിയാം ജമാലാണ്, സൗന്ദര്യമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭാഷയുടെ. അതുപോലെ ഖയാൽ, ഭാവനകളൊക്കെ അവിടെ ഉണ്ടാകും. ഇനി ഉസ്ലൂബുൽ ഖിതാബിയിലേക്ക് വരുമ്പോൾ അവിടെ അൽഹറാണ്, കാര്യങ്ങൾ വ്യക്തമാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ മറ്റു സവിശേഷതകളൊക്കെ ഓർത്തു വെക്കുക. അപ്പൊ ഇതാണ് 3 ശൈലികൾ എന്ന് പൊതുവെ നമുക്ക് പറയാൻ പറ്റുന്ന ശൈലി എന്ന്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. التكرار وضرب الامثال واستعمال المترادفات واختيار الكلمات الجزلة من ملامحه اسلوب العلمي اسلوب الخطابي اسلوب الدبلوماسي اسلوب الادبي. 2022 എക്സാമിന് ചോദിച്ച ചോദ്യം കേട്ടോ, സെറ്റിന്റെ ജൂലൈ. اسلوب الخطابيയുടെ സവിശേഷതയാണ് التكرار وضرب الامثال واستعمال المترادفات واختيار الكلمات الجزلة من ملامحه اسلوب الخطابي എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഇഖ്തർ അൽ ഖത്ത ഇൽമുൻ നഹ്വ് അബു അസ്വദ് ദുഅലി, ഇൽമുൽ അറൂദ് ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി, ഇൽമുൽ ബലാഗ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, ഇൽമുൽ തിബ് ഇബ്നു അൽ അറബി. ഇൽമുൽ തിബ് ആരാണ്? ടൈപ്പ് ചെയ്തിടോ, ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, വോയിസിൽ പറയണ്ട. കഴിഞ്ഞ ദിവസം നമ്മള് ബാസിയ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞല്ലേ, ഇബ്നു സീനയാണ് അവിസന്ന എന്ന് യൂറോപ്പ് വിളിക്കുന്ന ഇബ്നു സീനയാണ് ഇൽമുൽ തിബിന്റെ ബത്നിയതാണ്. ഓക്കെ, നമ്മളെ പറഞ്ഞു ഇൽമുൽ ബലാഗയുടെ മുഅസ്സിസ് എന്ന് പറയുന്നത് ആരാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. യെസ്, ഇബ്നു സീനയാണ്. ബാറക്കല്ലാഹു ഫീക്കും വസാദകുമുല്ലാഹു ഇൽമൻ വതൗഫീഖ് തഅമല. ഓക്കെ, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. അബ്ദുൽ ഖാഹിർ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 400 ജനിച്ച് 471 മരണപ്പെടുന്നത്. ഹിജ്റ 400 ജനിച്ച് 471 അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി
മരണപ്പെടുന്നത്. അബൂബക്കർ അബ്ദുൽ ഖാഹിർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ജുർജാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂബക്കർ അബ്ദുൽ ഖാഹിർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ജുർജാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നഹ്വിയുൻ വ മുതകല്ലിമുൻ വ ഫഖീഹുൻ വ നാഖിദുൻ വ ശാഫിഈൻ വ അശ്അരിയുൻ. അദ്ദേഹം നഹ്വിയാണ്. ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം നഹ്വിലായിരുന്നു ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചത് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം എന്താണ് ഇൽമുൽ ബലാഗയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് അതിന്റെ മുഅസ്സിസ് കൈമാറി. മുത്തക്കല്ലിം ഇൽമുൽ കലാമിൽ കഴിവുള്ള വളരെ അവഗാഹമുള്ള ആളാണ്. ഫഖീഹാണ്, നാഖിദാണ്. ഷാഫിഈ മദ്ഹബ് ഫോളോ ചെയ്യുന്ന അശ്അരി ധാരയിൽ അഖീദയിൽ അശ്അരി ധാര ഫോളോ ചെയ്യുന്ന വ്യക്തിത്വമാണ് അബ്ദുൽ ഖാഹിർ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന മഹാൻ. ഹുവല്ലദീ ലുഖിബ ബിമുഅസ്സിസ് റായിദ് വാദി ഇൽമുൽ ബലാഗ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരട്ടെ. മുഅസ്സിസ് എന്ന് ചോദിക്കാം, റായിദ് എന്ന് ചോദിച്ചാൽ, വാദി ഇൽമുൽ ബലാഗ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ് എന്നുള്ളതാണ്. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ് എന്ന് കാണാം. ഓക്കെ. ഹുവ റായിദ് ഇൽമുൽ ബലാഗ, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ. ഇൽമുൽ ബലാഗയുടെയും ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ എന്നിവയുടെയൊക്കെ റായിദാണ് അദ്ദേഹം. ഓക്കെ. ആസാർ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് അസ്റാറുൽ ബലാഗയാണ്. മറ്റൊന്ന് ദലായിലുൽ ഇഅ്ജാസാണ്. അസ്റാറുൽ ബലാഗ, ദലായിലുൽ ഇഅ്ജാസ്. വളരെ പ്രധാനപ്പെട്ട ബലാഗയിലെ 2 ഗ്രന്ഥങ്ങളാണ്. ഇത് ഓർത്തു വെക്കണം കേട്ടോ. അസ്റാറുൽ ബലാഗ, ദലായിലുൽ ഇഅ്ജാസ്. ഇതൊക്കെയാണ് അബ്ദുൽ ഖാഹിർ ജുർജാനിയുടെ രചനകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ജ്ഞാനശാഖ പഠിക്കുമ്പോൾ അതിന്റെ ഉപജ്ഞാതാവിനെ കുറിച്ച് പഠിക്കണം. അജ്ഞാനം എന്താണെന്നുള്ള നിർവചനം പഠിക്കണം. അതാരാണ് ആദ്യമായി അവതരിപ്പിച്ചത് എന്ന് പഠിക്കണം. അതെന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇതൊക്കെ ഒരു അറിവ്, ഒരു ജ്ഞാനം പഠിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ആമുഖമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഇൽമുൽ ബലാഗയിലേക്ക് വരികയാണ്. ഇൽമുൽ ബലാഗ നമ്മൾ 3ആയി തരംതിരിക്കാറുണ്ട്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. എന്താണെന്നൂടി പറയാമോ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ. ഇൽമുൽ ബലാഗ നമ്മൾ 3ആയി തരംതിരിക്കാം. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. ഇൽമുൽ ബയാനിന്റെ മുഅസ്സിസ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. ഇൽമുൽ മആനിയുടെ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. ഇൽമുൽ ബദിയന്റെ അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ് ഖലീഫത യൗമിൻ വലൈല എന്നൊക്കെ നമ്മൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസാണ് കേട്ടോ. ഓക്കെ. ഇൽമുൽ ബലാഗ. ഇനി ഞാൻ നിങ്ങളോട് ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ മലയാളത്തിൽ ഓർത്തു വെച്ചാണ്. താരീഫ് പഠിക്കണമെന്നില്ല, മലയാളത്തിൽ ഓർത്തു വെച്ചാണ്. ഓക്കെ. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇൽമുൽ ബയാൻ സിമ്പിൾ, കഴിഞ്ഞു. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതിനാണ് ഇൽമുൽ ബയാൻ എന്ന് പറയാം. ഏത് ഉറക്കത്ത് പാതിരാത്രി ആര് വിളിച്ചു ചോദിച്ചാൽ ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ള കാര്യം വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുക. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി മറന്നു പോകരുത്. ഹുവ അൽ ഫന്നുല്ലദി യുറഫു ബിഹി ഈറാദുൽ മഅനിൽ വാഹിദ്. ഒരാശയത്തെ അവതരിപ്പിക്കുക, കൊണ്ടുവരിക, ബിതുർഖിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ രൂപത്തിൽ. ഒരാശയത്തെ കൊണ്ടുവരിക വ്യത്യസ്തമായ രൂപത്തിൽ എന്നുള്ളതാണ്. അതാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. ഓക്കെ. വൽ ഫന്നുല്ലദി യുറഫു ബിഹി ഈറാദുൽ മഅനിൽ വാഹിദ് ബിതുർഖിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ രൂപത്തിൽ ഒരാശയത്തെ അവതരിപ്പിക്കുന്നതാണ് ഇൽമുൽ ബയാൻ എന്ന് പറയാം. ഇനി ഇൽമുൽ മആനി എന്ന് പറയുന്നത് എന്താണ്? ഇൽമുൽ മആനി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം സന്ദർഭത്തോടും സാഹചര്യത്തോടും അനുയോജ്യമായതാണോ എന്നുള്ളത് നിർണയിക്കുന്ന ജ്ഞാനശാഖയാണ് ഇൽമുൽ മആനി എന്ന് പറയാം. അല്ലെ, നമ്മള് പറയാറില്ല ഔചിത്യബോധം എന്നൊരു സംഗതി ഉണ്ട്. എവിടെ എന്ത് എങ്ങനെ പറയണം എന്നുള്ളതാണ് നമുക്ക് ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇൽമുൽ മആനി പറയുന്നത്. ഹുവ ഇൽമുൻ യബ്ഹസു ഫീഹി അനിൽ അഹ്വാലിൽ ലഫ്ളി അല്ലദി യുതാബിഖുൽ കലാമ ബിഹാ മുഖ്തദൽ ഹാൽ. സന്ദർഭത്തോട് അത് യോജിക്കുന്നുണ്ടോ, ലഫ്ള് എന്താകുന്നുണ്ടോ, സന്ദർഭത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന ജ്ഞാനശാഖയാണ് ഇൽമുൽ മആനി എന്ന് പറയുന്നത്. അങ്ങനെ ഇൽമുൽ ബദിയ എന്താണ്? നമ്മൾ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന, സന്ദർഭത്തോട് യോജിച്ച രൂപത്തിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന ഈ കാര്യം അതിനെ ഏറ്റവും ഭംഗിയാക്കുക എങ്ങനെയാണോ അതിനാണ് ഇൽമുൽ ബദിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇൽമുൻ യബ്ഹസു ഫീഹി അൻ വുജൂഹി തഹ്സീനിൽ കലാം. ആ കലാമിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുക ബിൽ മുഹ്സനാത്തുൽ ലഫ്ളിയ വൽ മഅനവിയ. മുഹ്സനാത്തുൽ ലഫ്ളിയയും മഅനവിയയും ഉപയോഗിച്ചുകൊണ്ട്, മുഹ്സനാത്തുൽ ലഫ്ളിയയും മഅനവിയയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഭംഗിയാക്കി തീർക്കുക എന്നുള്ളതാണ് ഇൽമുൽ ബദിയ ചെയ്യുന്നത്. അപ്പോ ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള ഒരു ആശയത്തെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന രൂപത്തിൽ അവതരിപ്പിക്കുക, അതുപോലെ അത് സന്ദർഭത്തോടും സാഹചര്യത്തോടും ചേർന്നതാണോ എന്നുള്ളതാണ് ഇൽമുൽ മആനി പരിശോധിക്കുന്നത്. അത്
ഏറ്റവും മനോഹരമായ രൂപത്തിലാക്കി തീർക്കുകയാണ് ആര് ചെയ്യുന്നത്? ഇൽമുൽ ബദീഅ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൽമുൽ ബദീഅ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഇൽമുൽ ബലാഗയിൽ വരുന്ന 3 ജ്ഞാനശാഖകൾ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ കുട്ടികളോടും പറയുന്ന സന്ദർഭം, ഇന്നത്തെ കുട്ടികളൊക്കെ പല രീതിയിലാണ് റിയാക്ട് ചെയ്യുക അല്ലെ, പല കോലത്തിലാണ്. ഇപ്പൊ മിനിഞ്ഞാന്നൊരു വാർത്ത, ഇന്നലെ തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരു വാർത്ത ഉണ്ടല്ലേ, എന്താണ് പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഒരു വാർത്ത കണ്ടു. അപ്പൊ ആളുകളുടെ മെന്റാലിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത്ര ആളുകളെ എങ്ങനെ നമ്മൾ അനുനയിപ്പിച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പൊ അവരോട് അവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കി ഇടപെട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് അനുനയിപ്പിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഉണ്ടാക്കുക, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ അതാണ് ഈ സംഗതി. ഇതിനാണ് ഇൽമുൽ ബലാഗയൊക്കെ നമ്മൾ എന്താകുന്നത്, പഠിക്കുന്നത്. ഇപ്പൊ നമ്മളെ കുട്ടികളോട് തന്നെ പല രൂപത്തിലും പല കോലത്തിലുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ സ്കൂളിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 200 സ്വഭാവത്തിലുള്ള കുട്ടികളായിരിക്കും അവർ. ഓക്കെ, അപ്പോ എല്ലാവരെയും നമുക്ക് എന്താവണം, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇൽമുൽ ബലാഗ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൽമുൽ ബയാനിനെ കുറിച്ചാണ് കേട്ടോ. ഇൽമുൽ ബയാനിനെ കുറിച്ചാണ്. ഇൽമുൽ ബയാനിന്റെ മുഅസ്സിസ് നമ്മൾ പറഞ്ഞു, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ് ഇൽമുൽ ബയാനിന്റെ മുഅസ്സിസ് എന്നുള്ളത്. അത് ഓർത്തു വെക്കുക. അവ്വലു മൻ തകല്ലമ ഫി ഇൽമുൽ ബയാൻ അബൂ ഉബൈദ മഅമർ ബിൻ മുസന്ന. ഓക്കെ, ആദ്യമായി ഇൽമുൽ ബയാനിനെ കുറിച്ച് സംസാരിച്ച ആളാരാണ്? അബൂ ഉബൈദ മഅമർ ബിൻ മുസന്നയാണ്. അബൂ ഉബൈദ മഅമർ ബിൻ മുസന്നയാണ്. അപ്പൊ നമുക്ക് സംശയമായി. ആദ്യം നമ്മൾ പറഞ്ഞത് ഇതിന്റെ സ്ഥാപകൻ ആരാണ്? പിന്നെ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി എന്ന് പറഞ്ഞു. ഇതിപ്പം പറയണത് ഇതിൽ ആദ്യമായി സംസാരിച്ച ആള് അബൂ ഉബൈദ മഅമർ മുസന്നയാണെന്ന് പറഞ്ഞു. അപ്പൊ സംഗതി എന്താണ്? ആദ്യമായി ഇത്തരം വിഷയങ്ങളിൽ ചർച്ച തുടക്കം കുറിച്ചത് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആര്? അബൂ ഉബൈദ മഅമർ ബിൻ മുസന്ന എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ജാഹിലിന്റെ അൽ ബയാൻ വത്തബീൽ, അദ്ദേഹം എന്താണ്ട് ഇൽമുൽ മആനി ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം ചർച്ചകളെയൊക്കെ ഒരു ജ്ഞാനശാഖയായി ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിച്ചത് ആരാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ് എന്നുള്ളതാണ്. അവിടെയാണ് പോയിന്റ് കേട്ടോ. ഈ വിഷയത്തിൽ പല ആളുകളും മുമ്പ് ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. അസ്മായി എടുത്തു നോക്കിയാലും, ജാഹിദിനെ എടുത്തു നോക്കിയാലും, അബൂ ഉബൈദ മഅമർ മുസന്ന എടുത്തു നോക്കിയാലും, ഇവരൊക്കെ പല രൂപത്തിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ തൊട്ടുപോയി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായ ജ്ഞാനശാഖയായി ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിച്ചത് ആരാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും അവ്വലു മൻ തകല്ലമ ഫി ഇൽമുൽ ബയാൻ അബൂ ഉബൈദ മഅമർ ബിൻ മുസന്ന എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവ്വലു മൻ അല്ലഫ ഫി ഹാദൽ ഫൻ, ഈ ജ്ഞാനശാഖയിൽ ആദ്യമായി രചന നിർവഹിച്ചത് ആരാണ്? അബൂ ഉബൈദ മഅമർ മുസന്നയാണ്. അദ്ദേഹത്തിന്റെ മജാസുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം ആദ്യമായി പറയുന്നത്. ഓക്കെ, മജാസുൽ ഖുർആൻ എന്നുള്ള വിഷയം. അപ്പൊ ഇൽമുൽ ബയാനിനെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്ത വ്യക്തിത്വം അബൂ ഉബൈദ മഅമർ മുസന്നയാണ്. അദ്ദേഹത്തിന്റെ മജാസുൽ ഖുർആനാണ് ഈ മേഖലയിൽ ആദ്യത്തെ രചന എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളിപ്പോ നോക്കണ്ട, അത് പോയി, അത് ഡിലീറ്റ് ചെയ്താളി. ഇനി ഇതിന്റെ ഉത്തരം പറയും. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ലുഗ, ഇൽമുൽ ഖാഫിയ, ഇൽമുൽ ബദീഅ, ഇൽമുൽ അറൂദ്. വളരെ സിമ്പിൾ ആണ്. ഇൽമുൽ ബദിയാണ് അല്ലെ? ഇൽമുൽ ബദിയാണ്. ഇനി നെക്സ്റ്റ് ചോദ്യം, ലൈസ മിനൽ ഇസ്തിലാഹിൽ ബലാഗി ഇസ്തിആറ, കിനായ, ഉസ്ലൂബുൽ ഹക്കീം, അൽ ക്ലാസിക്കി. ക്ലാസിക്കിയാണ്. ഇൽമുൻ യുറക്കിസു അലാ ജമാലിയത്തി തഅബീർ. ചോദിച്ച ചോദ്യമാണ്, കൺഫ്യൂസ്ഡ് ആക്കാൻ ചോദിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. അൽ ഇത്യാനു ബിമഅനൽ ജലീൽ ബിവുളൂഹിൻ വബിഇബാറത്തിൻ ഫസീഹ വസ്വഹീഹ ഹാദാ തഅരീഫുൻ ലിഇൽമുൽ ലിസാനിയാത്ത്, ഇൽമുൽ ബലാഗ, ഇൽമുൽ അറൂദ്, ഇൽമുൽ ലുഗ. കേട്ടറ്റിന് ചോദിച്ച ചോദ്യമാണ്, മെയ് 2021 കേട്ടോ. അതിന്റെ താരീഫ് അങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. അൽ ഇത്യാനു ബിമഅനൽ ജലീൽ ബിവുളൂഹിൻ വബിഇബാറത്തിൻ ഫസീഹ വസ്വഹീഹ, ഇൽമുൽ ബലാഗ. ഇനി നമ്മൾ പറയുന്നത് തഷ്ബീഹിനെ കുറിച്ചാണ്. കുറെ കാലമായി കേൾക്കുന്ന സാധനം മുഷബ്ബഹ് ബിഹി, തഷ്ബീഹ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഫസാഹത്ത് പറഞ്ഞു. ലളിതമായ പദാവലികൾ കോർവയിൽ ചേർത്ത് വെച്ച് ആവിഷ്കരിക്കുന്ന കലിമത്തിനാണ് ഫസാഹത്ത് എന്ന് പറയാ. ബലാഗത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ സ്വഹീഹായ ഫസ്വിഹായ
ഇബാറത്തിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ബലാഗ എന്ന് പറയുന്നത്. പിന്നെ ഇൽമുൽ ബലാഗ എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ 3 ശാഖകൾ ഇൽമുൽ ബയാനും ഇൽമുൽ മആനി ഇൽമുൽ ബദീ എന്ന് പറഞ്ഞു. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ പറയാനുള്ള ഒരു കാര്യത്തെ വൈവിധ്യമായി അവതരിപ്പിക്കുക. ഇൽമുൽ മആനി എന്ന് പറയുന്നത് സന്ദർഭത്തോടും സാഹചര്യത്തോടും യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇൽമുൽ ബദീ അതിനെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇൽമുൽ ബയാന്റെയും ഇൽമുൽ മആനിയുടെ ഒക്കെ മുഅസ്സിസ് അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ഇൽമുൽ ബദീന്റെ അബ്ദുല്ലാഹി ഇബ്നുൽ മുഅത്തസ് ആണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇൽമുൽ ബലാഗയിലെ ആദ്യത്തെ പാർട്ടായ തശ്ബീഹിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, തശ്ബീഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുള്ളൂ കേട്ടോ. ലോകത്തിന്റെ ഭാഷ അർത്ഥത്തിൽ അൽ മുമാസല എന്നുള്ളതാണ്, പോലോത്തത്, സാദൃശ്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് തശ്ബീഹ് എന്ന് പറഞ്ഞത്. ഇസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ ഈ താരീഫ് കൃത്യമായി മനസ്സിലാക്കണേ. നിങ്ങൾ കാണാതെ പഠിക്കരുത്, കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കിയാൽ മതി. ഞാനത് പറയും, അപ്പൊ അത് നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ബയാനു അന്ന ഷൈഇൻ ഔ അഷ്യാഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ ബിഅദാത്തിൻ ഹിയൽ കാഫ് ഔ നഹ്വഹ മൽഫൂളതൻ ഔ മൽഫൂളതൻ. ബയാനുൻ, വ്യക്തമാക്കലാണ്, അന്ന ഷൈഇൻ, ഒരു കാര്യം, ഔ അഷ്യാഇൻ, അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ, ഷാറകത്ത് ഗൈറഹ, അത് മറ്റൊന്നിനോട് പങ്കു ചേർന്നിട്ടുണ്ട്, ഫീ സിഫത്തിൻ, ഒരു വിശേഷണത്തിൽ, ഔ അക്സറ, അല്ലെങ്കിൽ ഒന്നിലധികം വിശേഷണങ്ങളിൽ. എങ്ങനെ വ്യക്തമാക്കലാണ്? ബി അദാത്തിൻ, ഒരു അദാത്ത് ഉപയോഗിച്ചുകൊണ്ട്. ഹിയൽ കാഫ്, അത് ഏതാണ്? കാഫ്. ഔ നഹ്വ, അത് പോലത്തത്. മൽഫൂലത്തൻ ഔ മൽഹൂലത്തൻ, ഈ അദാത്ത് എന്താവാം? മൽഫൂലത്താവാം, മൽഹൂലത്താവാം, മൽഫൂലത്താവാം ഔ മൽഹൂലത്താവാം. അതെന്താണെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ മറ്റൊന്നിനോട് എന്തായിട്ടുണ്ട്? ഒന്നോ അതിലധികമോ വിശേഷണങ്ങൾ പരസ്പരം പങ്കു ചേർന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ അദാത്തുകൾ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നതിന്, വ്യക്തമാക്കുന്നതിനാണ് തശ്ബീഹ് എന്ന് പറയുക. ബയാനുൻ അന്ന ഷൈഇൻ ഔ അഷ്യാഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ ബിഅദാത്തിൻ ഹിയൽ കാഫ് ഔ നഹ്വഹ മൽഫൂലതൻ ഔ മൽഹൂലതൻ എന്നുള്ളതാണ്. ഓക്കെ, ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ മറ്റൊന്നിനോട് ഒന്നോ അതിലധികമോ വിശേഷണങ്ങളിൽ പരസ്പരം പങ്കുചേർന്നു. അത്തരം കാര്യങ്ങളെ അദാത്തുകൾ ഉപയോഗിച്ച്, കാഫ് പോലെയുള്ള അദാത്തുകൾ ഉപയോഗിച്ച് വ്യക്തമാക്കുന്നതിനേക്കാണ് എന്ത് പറയുക? തശ്ബീഹ് എന്ന് പറയുക ഇസ്തിലാഹിൽ. മിസാൽ, ഉദാഹരണം നോക്ക്. അർ റജുലു കൽ അസദി ഫി ഷജാഅ. അർ റജുലു, ഒരു മനുഷ്യൻ, കൽ അസദി, അദ്ദേഹമാരെ പോലെയുണ്ട്, സിംഹത്തെ പോലെയുണ്ട്, ഫി ഷജാഅ, ധീരതയിൽ. അപ്പൊ ധീരത എന്ന വിഷയത്തിൽ അസദിനോട് റജുൽ എന്തായിട്ടുണ്ട്? പങ്കുചേർന്നിട്ടുണ്ട്, അല്ലെ? സിഫത്തിൽ പങ്കുചേർന്നു. അതുകൊണ്ട് എന്താക്കി? തശ്ബീഹ് ചെയ്ത് പറഞ്ഞു. അർ റജുലു കൽ അസദി ഫി ഷജാഅ എന്നുള്ളതാണ്. ഓക്കെ, അർറജുലു കൽ അസദി ഫി ഷജാഅ എന്നുള്ളതാണ്. റജുലാണ് ഇവിടെ മുഷബ്ബഹ്, കാഫാണ് അദാത്തു തശ്ബീഹ്, അസദാണ് മുഷബ്ബഹ് ബിഹി, ഷജാഅത്താണ് വജ്ഹു ശബഹ്. അതൊക്കെ എന്താണ് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ തശ്ബീഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്നോ അതിലധികമോ കാര്യങ്ങൾ മറ്റൊന്നിനോട് ഒന്നോ അതിലധികമോ വിശേഷണങ്ങളിൽ പരസ്പരം ചേർന്നാൽ അത്തരം കാര്യങ്ങളെ അദാത്തുകൾ ഉപയോഗിച്ച് വ്യക്തമാക്കുന്നതിനേക്കാണ് എന്ത് പറയുക? തശ്ബീഹ് എന്ന് പറയുക. ഇനി ഈ തശ്ബീഹിന് 4 റുക്നുകളുണ്ട്. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, അർക്കാനു തശ്ബീഹ് എത്രയാണെന്ന്. അത് അർബഅത്ത്, 4 1 മുഷബ്ബഹാണ്, 2 മുഷബ്ബഹ് ബിഹിയാണ്, 3 വജ്ഹു ശബഹാണ്, 4 അദാത്തു തശ്ബീഹാണ്. മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ എന്തിനാണോ സാദൃശ്യമാക്കുന്നത് അതിനെയാണ് മുഷബ്ബഹ് എന്ന് പറയുക. എന്തിനോടാണോ സാദൃശ്യമാക്കുന്നത് അതിനെ മുഷബ്ബഹ് ബിഹി എന്ന് പറയും. അതിനെ സാദൃശ്യമാക്കാനുള്ള കാരണം എന്താണ്? പരസ്പരം പങ്കായ സിഫത്ത്, വിശേഷണം എന്താണ്? അതിനാണ് വജ്ഹു ശബഹ് എന്ന് പറയാം. അതിനെ ബയാൻ ചെയ്യാനുള്ള അദാത്തിന് എന്ത് പറയും? അദാത്തു തശ്ബീഹ് എന്ന് പറയും. അദാത്തു തശ്ബീഹ് എന്ന് പറയും. ഇവിടെ ഉദാഹരണം നോക്ക്. അർ റജുലു കൽ അസദി ഫി ഷജാഅ നമ്മൾ പറഞ്ഞു. ഒരു മനുഷ്യൻ സിംഹത്തെ പോലെയാണ് ഫി ഷജാഅ, ധീരതയിൽ. ഇപ്പൊ റജുല് മനുഷ്യനാണ് നമ്മൾ സാദൃശ്യപ്പെടുന്നത്. മുഷബ്ബഹ് എന്തിനോടാണ് സാദൃശ്യപ്പെടുന്നത്? സിംഹത്തോടാണ്. അസദ് അത് മുഷബ്ബഹ് ബിഹിയാണ്. ഓക്കെ, അവിടെ കാഫ് എന്നുള്ള കൽ അസദി എന്നുള്ളതാണ്. അവിടെ അതാണ് അദാത്ത്, അതാണ് അദാത്ത്. അസദ് മുഷബ്ബഹ് ബിഹി. എന്ത് വിഷയത്തിലാണ് പരസ്പരം അസദും ഈ മനുഷ്യനും തമ്മിൽ എന്താകുന്നത്? ചേർന്ന് വരുന്നത്? ഫിശ്ശജാഅത്തി, ധീരത എന്ന വിഷയത്തിലാണ്. ധീരത എന്ന വിഷയത്തിലാണ്. അപ്പൊ അതെന്താണ്? വജ്ഹു ശബഹ് എന്ന് പറയും. അത് വജ്ഹു ശബഹ് എന്നും പറയും. ഓക്കെ അല്ലെ? അപ്പൊ അർക്കാൻ തശ്ബീഹ് 4 മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, വജ്ഹു ശബഹ്, അദാത്തു തശ്ബീഹ്. ഇതാണ് തശ്ബീഹിന്റെ 4 റുക്നുകൾ. ഇനി തറഫയ്യ തശ്ബീഹ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മുഷബ്ബഹു, മുഷബ്ബഹു ബിഹിയുമാണ്. മുഷബ്ബഹു, മുഷബ്ബഹു ബിഹിയുമാണ്
ത്വറഫൈ തഷ്ബീഹ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. ഇതുണ്ടായാലേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ? തഷ്ബീഹ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അർക്കാനു തഷ്ബീഹ് നമ്മൾ പറഞ്ഞു. മുഷബ്ബഹ് അശ്ശൈഉല്ലദീ യുറാദു തഷ്ബീഹ്, തഷ്ബീഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെയാണ് മുഷബ്ബഹ് എന്ന് പറയാ. മുഷബ്ബഹ് ബിഹി എന്ന് പറഞ്ഞാൽ അശ്ശൈഉല്ലദീ യുഷബ്ബഹു ബിഹി, എന്തിനോടാണോ തഷ്ബീഹ് ചെയ്യുന്നതിന് മുഷബ്ബഹ് ബിഹി എന്ന് പറയും. വജ്ഹു ശബഹ് എന്ന് പറയുന്നത് അസ്സിഫത്തുൽ മുഷ്തരികതു ബൈന ത്വറഫൈൻ, രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ പരസ്പരം ചേർത്ത് വെക്കുന്ന വിശേഷണത്തിന് എന്ന് പറയും വജ്ഹു ശബഹ് എന്ന് പറയും. അതായത് തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ അർറാബിതു ബൈന ത്വറഫൈൻ, ഈ രണ്ട് ത്വറഫുകൾ അതായത് മുഷബ്ബഹിനെയും മുഷബ്ബഹിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യത്തെയാണ് അദാത്തു തഷ്ബീഹ് എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ അദാത്ത് എന്താണെന്ന് പറയണം അല്ലെ. ബയാനു അന്ന ഷൈഇൻ ഔ അഷ്യാഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ ബിഅദാത്തിൻ നഹ്വൽ കാഫ്, ബിഅദാത്തിൻ ഹിയ നഹ്വൽ കാഫ് ഔ നഹ്വഹ, സോറി കാഫ് ഔ നഹ്വഹ മൽഫൂലത്തൻ ഔ മൽഹൂലത്തൻ. ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു കാഫ് ഔ നഹ്വഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കാഫ് ഔ നഹ്വ എന്ന് പറഞ്ഞാൽ യക്കൂനത് ഹർഫ് ഫിഅല് ഇസ്മ്, മൂന്ന് രൂപത്തിലും അദാത്തുകൾ വരും. ഹർഫ് ഫിഅല് ഇസ്മ് മൂന്ന് രൂപത്തിലും അത് വരും. ഹർഫ് എന്ന് പറയുമ്പോൾ ക, ഒന്ന് കാഫ്, മുഹമ്മദിൻ കൽ അസദി, മുഹമ്മദ് എന്താണ്? സിംഹത്തെ പോലെയാണെന്ന് പറയുന്നത്. കഅന്ന രണ്ടാമത്തത്. അതുപോലെ കഅന്നൽ കിതാബ ഉസ്താദ്, ആ ഗ്രന്ഥം ഏതുപോലെ ഉണ്ട്? ഒരു ഗുരുനാഥനെ പോലെയുണ്ട് എന്ന് പറയും. അവിടെയും കാഫ് എന്നുള്ള അദാത്ത് ഉപയോഗിച്ചു. അത് ഹർഫാണ്. ഇനി ഫിഅലായിട്ട് വരുമ്പോൾ എന്താണ്? തഷാബഹ, വാറഅ, യുമാസിലു, യുലാരി, അർത്ഥമൊക്കെ ഒന്നാണ് കേട്ടോ. സെയ്ദുൻ തഷാബഹൽ അസദ്, സെയ്ദ് സിംഹത്തെ പോലെയുണ്ട്. സെയ്ദുൻ വാറഅ അൽ അസദ്, സെയ്ദുൻ യുമാസിൽ അസദ്, സെയ്ദുൻ യുലാരി അൽ അസദ്. ഇതൊക്കെ എന്താണ്? അദാത്തുകൾ ഫിഅലിന്റെ രൂപത്തിൽ വന്നതിന്റെ ഉദാഹരണമാണ്. ഓക്കെ, സിമ്പിളാണ്. ഇനി ഇസ്മിന്റെ രൂപത്തിൽ വരുന്നതാണ് മസല്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നു കേട്ടോ, 2 മിനിറ്റ്. ഓക്കെ, നമ്മള് ഇസ്മ അദാത്തിന്റെ രൂപത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞു. മിസ്ല, ഷുബ്ഹ്, മാസിൽ, മുലാരി, മുഷാബഹ്, തശ്ബീഹ്, ശബീഹ്, ഇങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ അല്ലേ? ഇനി ഇത് നോക്കാം. അന്ത കശംസി ഫിൽയാഇ, അന്ത കശംസി ഫിൽയാഇ എന്നുള്ളതാണ്. ഇതിലെ മുഷബ്ബഹ്, മുഷബ്ബഹി ബി വജ്ഹി ശബഹ്, അദാത്തു തശ്ബീഹ്, അതൊക്കെയാണ് നമുക്ക് നോക്കാം. അന്ത എന്നുള്ളതാണ് മുഷബ്ബഹ് അല്ലെ. കാഫ് അദാത്തു തശ്ബീഹ്, അശംസ് എന്നുള്ളത് മുഷബ്ബഹ് ബിഹി, വജ്ഹു ശബഹ് ലിയാ എന്നിട്ടോ, ലിയാ അല്ല ലിയാ എന്നാണ്, അംസയാണ് കേട്ടോ, പ്രകാശം എന്നുള്ളത്. അപ്പൊ അന്ത കശംസി, നീ സൂര്യനെ പോലെയാണ്, ഫിൽയാഇ പ്രഭയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രഭ ചൊരിയുന്നതിൽ. അപ്പൊ അന്ത നിന്നെയാണ് എന്താകുന്നത്? തഷ്ബീഹിന്. അപ്പൊ മുഷബ്ബഹ് കാഫാണ് അദാത്ത് തഷ്ബീഹ്, മുഷബ്ബഹ് ബി ഏതാണ്? ഷംസ് എന്നുള്ളതാണ്. അപ്പൊ മുഷബ്ബഹിനെയും റബ്ത്ത് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്നതാണ് അദാത്ത്. ഇതാണ് കാഫ്. ഏതാണ്? വജ്ഹു ശബഹ് ഏതാണ്? ലിയാ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അന്ത കല്ലൈസി ഫി ഷജാഅ, നീ എന്താണ്? ധീരതയിൽ സിംഹത്തെ പോലെയാണെന്ന് പറഞ്ഞു. അന്ത കല്ലൈസി ഫി ഷജാഅ, നീ ധീരതയിൽ സിംഹത്തെ പോലെയാണെന്ന്. അപ്പൊ അവിടെ അന്തയാണ് മുഷബ്ബഹ്, കാഫ് അദാത്തു തഷ്ബീഹ്. അല്ലൈസ് എന്തിനോടാണ് തഷ്ബീഹ് ചെയ്യുന്നത്? സിംഹത്തോടാണ്. മുഷബ്ബഹ് ബിഹി. ഫി ഷജാഅ എന്നുള്ളത് എന്താണ്? ധീരതയിലാണ് പരസ്പരം ഈ നീയും അതുപോലെ സിംഹവും തമ്മിൽ പരസ്പരം പങ്കുചേരുന്ന സിഫത്ത് വിശേഷണം ഏതാണ്? ഷജാഅത്താണ്. അതാണ് വജ്ഹു ശബഹ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കുറെ സംഘങ്ങള് കന്ന അഖ്ലാഖക നസീമ സ്വബാഹി ഫിൽ ലുത്ഫി, നിന്റെ സ്വഭാവമായതുപോലെയുണ്ട്. നസീമ സ്വബാഹ് പ്രഭാതത്തിലെ മന്ദമാരുതിനെ പോലെയുണ്ട്. ഫിൽ ലുത്ഫ് അതിന്റെ നൈർമല്യതയിൽ എന്നാണ് പറയുന്നത്. ഇവിടെ കന്ന അദാത്തു തഷ്ബീഹാണ്. അഖ്ലാഖുക എന്നുള്ളതാണ് മുഷബ്ബഹ്. നസീമ സ്വബാഹിനോടാണ് സാദൃശ്യപ്പെടുന്നത്. മുഷബ്ബഹ് ബിഹി ഏതാണ് വിഷയം? ഫിൽ ലുത്ഫ് അതിന്റെ ആ നൈർമല്യതയിൽ എന്നുള്ളതാണ്. അതാണ് വജ്ഹു ശബഹ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ് ഈ മുറാദ് ബി തഷ്ബീഹി താം. തഷ്ബീഹി താം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശം? ഐലൻ ബി തഷ്ബീഹിൽ കാമിൽ, തഷ്ബീഹുൽ കാമിൽ എന്ന പേരും അത് അറിയപ്പെടുന്നു. ഹുവ അത്തഷ്ബീഹുല്ലദീ ദുകിറ ഫീഹി ജമീഉ അർക്കാനി തഷ്ബീഹ്, തഷ്ബീഹിന്റെ മുഴുവൻ റുക്നുകളും പറയപ്പെടുന്ന തഷ്ബീഹിനാണ് തഷ്ബീഹുൽ കാമിൽ അല്ലെങ്കിൽ തഷ്ബീഹു താം എന്ന് പറയുന്നത്. يعني يتضمن فيه المشبه والمشبه به أداة التشبيه ووجه الشبه. ഈ 4 റുക്നുകളും കൂടി ചേർന്ന് വരുന്ന തഷ്ബീഹിനെയാണ് തഷ്ബീഹു താം അല്ലെങ്കിൽ തഷ്ബീഹുൽ കാമിൽ എന്നൊക്കെ
പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ തഷ്ബീഹിന്റെ വിവിധ കിസ്മുകളെയാണ് പറയുന്നത്. തഷ്ബീഹിന്റെ വിവിധ കിസ്മുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ തഷ്ബീഹ് എന്താണെന്ന് പറഞ്ഞു. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുക. ഭാഷയിൽ അതിനെ മുമാസിൽ എന്ന് പറയും. ബയാനു അന്ന ഷൈഇൻ ഔ അഷ്യാൻ ശാറക തഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ അദാത്തിൻ ഹിയ നഹ്വൽ കാഫ് കാഫ് വ നഹ്വഹ. അല്ലെ, കാഫ് പോലെയുള്ള അദാത്ത് ഉപയോഗിച്ച് മൽഫൂദത്തിൻ ഔ മൽഹൂലത്തിൻ, അത് മൽഫൂദാവട്ടെ മൽഹൂലാവട്ടെ എന്നതാണ്. ഇതാണ് തഷ്ബീഹ് എന്ന് പറയുന്നത്. ഇനി തഷ്ബീഹിന് 4 റുക്നുകൾ എന്ന് പറഞ്ഞു. മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, വജ്ഹു ശബ്ഹ്, അദാത്ത് തഷ്ബീഹ് എന്ന് പറഞ്ഞ 4 റുക്നുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 റുക്നുകൾ ഉണ്ടാകുമ്പോൾ അതിന് തഷ്ബീഹ് താം എന്ന് പറയും. തഷ്ബീഹ് താം എന്ന് പറയും. ഈ 4 റുക്നുകളിൽ പലതും ഇല്ലാതെ വരുമ്പോൾ അതിന് പല പേരുകളിൽ പറയും. അതാണ് നമ്മൾ എന്താകുന്നത് ഇവിടെ പറയാൻ പോകുന്നത്. അക്സാമു തഷ്ബീഹ് എന്ന് പറയാൻ പോകുന്നത്. അതിൽ വരുന്ന ഏതൊക്കെയാണ്? തഷ്ബീഹുൽ മുർസല്, തഷ്ബീഹുൽ മുഅക്കദ്, തഷ്ബീഹുൽ മുഫസ്സൽ, തഷ്ബീഹുൽ മുജ്മൽ, തഷ്ബീഹുൽ ബലീഗ് എന്നിങ്ങനെയാണ് പറയാം. ഓക്കെ, ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യം തഷ്ബീഹുൽ മുർസലാണ്. തഷ്ബീഹുൽ മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് പറയപ്പെട്ട തഷ്ബീഹിനൊക്കെ എന്ത് പറയും? തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. അദാത്ത് പറയപ്പെട്ട തഷ്ബീഹിനൊക്കെ എന്ത് പറയും? തഷ്ബീഹ് മുർസൽ എന്ന് പറയും. നോക്കൂ, അന്ത കശംസി, നീ സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അദാത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തരം തഷ്ബീഹിന് എന്ത് പറയും? തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. അന്ത കല്ലൈസി, നീ ആരെ പോലെയാണ്? സിംഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം തഷ്ബീഹുകളെ, അദാത്ത് പറയപ്പെടുന്ന തഷ്ബീഹുകളെ തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. തഷ്ബീഹുല്ലദി ദുക്ര ഫീഹിൽ അദാത്ത്, അദാത്ത് പറയുന്ന തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. അപ്പൊ അദാത്ത് കളയുന്ന തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. പറയുമ്പോൾ മുർസലും കളയുമ്പോൾ മുഅക്കദുമാവുന്നതാണിത്. ഓക്കെ, അപ്പൊ അദാത്ത് കളയുമ്പോൾ ആ തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. ഏതുപോലെ? അന്ത ശംസ്, നീ സൂര്യനാണെന്ന് പറയും. അതായത് അതിന്റെ ഏറ്റവും പരകോടി കാണിക്കാണ്. അന്ത ശംസ്, നീ സൂര്യൻ തന്നെയാണെന്ന് പറയും. സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞാൽ അദാത്തിനെ കളയും. അത്തരം തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. അന്തല്ലൈസ്, നീ ഒരു സിംഹമാണെന്ന് പറയും. നീ ഒരു പുലിയാണെന്നൊക്കെ പറയില്ല നമ്മള്. അത്തരം തഷ്ബീഹിനക്ക് എന്ത് പറയും? ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പറയുന്നതാണ്. നീ ഒരു പുലി തന്നെയാട്ടോ എന്ന് പറയും. അല്ലെ, അത്തരം തഷ്ബീഹിനക്ക് എന്ന് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. അപ്പൊ തഷ്ബീഹുല്ലദി ഹുദിഫത് ഫീഹിൽ അദാത്ത്, അദാത്ത് കളയപ്പെട്ട തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അദാത്ത് പറയുന്ന തഷ്ബീഹിനക്ക് തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. അദാത്ത് കളയുന്നതിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. ഇനി നമുക്ക് തഷ്ബീഹുൽ മുഫസ്സൽ. തഷ്ബീഹുൽ മുഫസ്സൽ, മുഫസ്സൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിശദമായി പറയുന്ന, തഫ്സീലായി പറയാന്നുള്ളത്. അപ്പൊ അവിടെ നിന്നാണ് വജ്ഹു ശബഹ് പറയപ്പെടുന്ന തഷ്ബീഹിനക്ക് എന്ത് പറയും? മുഫസ്സൽ എന്ന് പറയും. നോക്ക്, അന്ത കശംസി, നീ സൂര്യനെ പോലെയാണ്. ഏത് വിഷയത്തിൽ? അവിടെയാണല്ലോ വജ്ഹു ശബഹ്. ഫിൽ ദിയാഇ, പ്രഭ ചൊരിയുന്ന വിഷയത്തിൽ. അപ്പൊ അവിടെ വജ്ഹു ശബഹ് പറഞ്ഞിട്ടുണ്ട്. അത്തരം തഷ്ബീഹിന് എന്ത് പറയും? തഷ്ബീഹുൽ മുഫസ്സൽ എന്ന് പറയും. അന്ത കല്ലൈസി ഫി ശജാഅത്തി വൽ ഇഖ്ദാം, നീ ധീരതയിലും മുന്നേറ്റത്തിലും ആരെ പോലെയാണ്? സിംഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്? തഷ്ബീഹിനെ, വജ്ഹു ശബഹിനെ പറഞ്ഞു. അത്തരം തഷ്ബീഹുകൾക്ക് തഷ്ബീഹ് മുഫസ്സൽ എന്ന് പറയും. ഓക്കെ, അപ്പോ അദാത്ത് പറഞ്ഞാൽ തഷ്ബീഹ് മുർസല്, അദാത്ത് കളഞ്ഞാൽ തഷ്ബീഹ് മുഅക്കദ്, വജ്ഹു ശബഹ് പറഞ്ഞാൽ എന്താണ്? തഷ്ബീഹ് മുഫസ്സൽ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടെണ്ണം കൂടി അല്ലേ. ഒന്ന് തഷ്ബീഹുൽ മുജ്മലാണ്. തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറഞ്ഞാൽ വജ്ഹു ശബഹ് പറയാത്ത തഷ്ബീഹിന് എന്ത് പറയും? തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. നോക്ക്, അന്ത കശംസി, നീ സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞില്ല. അന്ത കശംസി, നീ സൂര്യനെ, നമ്മൾ ചിലപ്പോ നമ്മൾ പറയാറില്ലേ, ചില നമുക്ക് വലിയ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ പറയും, ഒരു ജ്യേഷ്ഠനെ പോലെയാണ് താങ്കളെ ഞാൻ കാണുന്നത് എന്ന് പറയും. ഏത് വിഷയത്തിലും ചിലപ്പോൾ അവിടെ പറയില്ല. അത്തരം തഷ്ബീഹുകൾക്ക് എന്ത് പറയും? തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നിത്യജീവിതത്തിൽ പല രൂപത്തിൽ പറയുന്ന വാക്കുകളാണ് ഈ പറയുന്ന തഷ്ബീഹ് എന്നൊക്കെ പറയുന്നത്. അത് എന്തോ ഈ സിലബസിൽ പഠിക്കാൻ വേണ്ടി, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ള സാധനമൊന്നല്ല. ഓക്കെ, അന്ത കശംസി, നീ എന്താണ്? സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞു. അത്തരം തഷ്ബീഹുകളെ തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. അന്ത കല്ലൈസും തഷ്ബീഹുല്ലദി ഹുദിഫത് ഫീഹി വജ്ഹു ശബഹ്, തഷ്ബീഹുല്ലദി ഹുദിഫത് ഫീഹി വജ്ഹു ശബഹ്, അതിനാണ് തഷ്ബീഹ് മുജ്മൽ എന്ന് പറയാ. തഷ്ബീഹ് മുജ്മൽ എന്ന് പറയാ. ഇനി നമുക്ക് തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയും. തഷ്ബീഹുൽ ബലീഗ് എന്ന് പറഞ്ഞാൽ
തഷ്ബീഹുല്ലദീ ഹുദിഫത് ബിഹിൽ അദാത്തു വജഹു ശബഹ്. അദാത്തും വജഹു ശബഹും രണ്ടും കളഞ്ഞ തഷ്ബീഹിനൊക്കെ എന്ത് പറയും? തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയും. അൻത ശംസ്, നീ ഒരു സൂര്യനാണെന്ന് പറഞ്ഞു. നീ ഒരു സൂര്യനാണെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ ത്വറഫൈ തഷ്ബീഹിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മുഷബ്ബഹും മുഷബ്ബഹു ബിഹി, ത്വറഫൈ തഷ്ബീഹ്. ഇതില്ലാതെ തഷ്ബീഹ് നടക്കൂല. മുഷബ്ബഹിൽ മുഷബ്ബഹും മുഷബ്ബഹും ബിഹി ഇല്ലാതെ തഷ്ബീഹ് എന്താവില്ല, നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് ഓർത്തു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ത്വറഫൈ തഷ്ബീഹ് എന്ന്. അപ്പൊ ഇവിടെ എന്താണ്? വജഹു ശബഹും അദാത്തും രണ്ടും കളയപ്പെട്ട തഷ്ബീഹിന് എന്തൊക്കെ പറയും? തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയും. തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയും. ഏതുപോലെ? അന്ത ഷംസ്, നീ എന്താണ്? സൂര്യനാണ്. അന്ത ലൈസ്, നീ എന്താണ്? സിംഹമാണ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ 5 നമ്മൾ പറഞ്ഞു. ഒന്ന് മുർസല്, അദാത്ത് പറഞ്ഞ തഷ്ബീഹിനിക്ക് മുർസൽ എന്ന് പറഞ്ഞു. അദാത്ത് കളയപ്പെടുന്ന തഷ്ബീഹിനിക്ക് മുഅക്കദ് എന്ന് പറഞ്ഞു. അദാത്ത് പറയുന്ന തഷ്ബീഹിനിക്ക് എന്ത് പറയും? വജഹു ശബഹ് പറയുന്ന തഷ്ബീഹിനിക്ക് എന്ത് പറയും? മുഫസ്സൽ എന്ന് പറയും. വജഹു ശബഹ് കളയുന്ന തഷ്ബീഹിനിക്ക് എന്ത് പറയും? മുജ്മൽ എന്ന് പറയും. ഇനി അദാത്തും പിന്നെ എന്താണ്? വജഹു ശബഹ് രണ്ടും കളയുന്ന എന്തായിരിക്കും? ബലീഗ് ആയിരിക്കും എന്നുള്ളതാണ്. ബലീഗ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ പോയി നോക്കാം. ഇതൊന്നും ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യണ്ട, നമുക്ക് എന്താണെന്ന് പറയാട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. اختر الشاذ البحور التشبيه الاستعارة الاقتباس. മറ്റൊക്കെ എന്താണ്? ബലാഗയുമായി ബന്ധപ്പെട്ടാണല്ലോ. ബഹൂർ ഇൽമുൽ അറൂദുമായി ബന്ധപ്പെട്ടാണ്. മുഖാറനത്തും ബൈന ഷൈഇനി യംതലിക്കാനി സിഫത്തുൽ മുശ്തരിക. കിനായ, ജിനാസ്, തശ്ബീഹ്, ഇസ്തിആറ. സിമ്പിളാണ്. ആ താരീഫിനെ എന്താക്കിയതാണ്? തിരിച്ചു വെച്ചതാണ്. മുഖാറനത്തും ബൈന ഷൈഇനി യംതലിക്കാനി സിഫത്തുൽ മുശ്തരിക. പരസ്പരം വിശേഷണങ്ങളിൽ ചേർന്ന് വന്നതിനെ മുഖാറന ചെയ്യാം. തശ്ബീഹ് ചെയ്യുന്നതിന് തശ്ബീഹ് എന്ന് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ബയാൻ അന്ന ഷൈഇൻ ഔ അഷ്യാഇൻ ശാറകത ഗൈറഹാ ഫീ സിഫത്തിൻ ഔ അക്സറ. ഇഖ്തിബാസ്, തശ്ബീഹ്, കിനായ, സജാ. 2021 ചോദിച്ചതാണ്. തശ്ബീഹാണ്. ഇഖ്തിർ ഷാദ്. അതാണ് മുനാദയാണല്ലേ. وجه الشبه نقاش في علم العروض، علم المنطق، علم النحو والصرف، علم البلاغة. علم البلاغة. ഇനി അടുത്തൊരു ചോദ്യം. അൽ ഇൽമു കന്നൂരി ഫിൽ ഹിദായ. ജ്ഞാനം എന്താണ്? സന്മാർഗത്തിൽ പ്രകാശം പോലെയാണ് സന്മാർഗത്തിൽ എന്നാണ് പറയുന്നത്. ഇവിടെ മുഷബ്ബഹ് ബി ഏതാണ് എന്നാണ് ചോദ്യം. ഈ മുഷബ്ബഹ് ബിയും നമുക്ക് വ്യക്തമായി മനസ്സിലാവണം കേട്ടോ. എന്നാലേ അങ്ങോട്ട് മജാസ് ഇതൊക്കെ പറയുമ്പോൾ എന്താവുള്ളൂ, നമുക്ക് കാര്യങ്ങൾ തിരിയുള്ളൂ എന്നുള്ളതാണ്. നൂർ എന്നുള്ള ഇൽമാണ് മുഷബ്ബഹ്. അത് പ്രകാശം പോലെയാണ്, പ്രകാശത്തിനോടാണ് സാദൃശ്യപ്പെടുന്നത് ഇൽമിനെ. മുഷബ്ബഹ് ബി ഏതാണ്? നൂർ എന്നുള്ളതാണ്. ഹിദായത്ത് എന്നുള്ളതാണ് വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. കാഫാണ് ഇവിടെ അദാത്ത്. ഓക്കെ അല്ലേ? ഇനി ലാഹൽ അസ്വത്ര അൽ ആത്തി വഖ്തർ മാ യലീഖു ബിഹി മിമ്മാ ഹുവ അദ്നാഹു വകഅന്ന അശ്ശംസൽ മുനീറ ദീനാർ ജല്ലത്തുഹു ഹദാഇദുൽ ററാബി. ഇവിടെയുള്ള തശ്ബീഹ് ഏതാണ്? തശ്ബീഹ് ബലീഗ്, മുജ്മൽ, തശ്ബീഹ് മുഅക്കദ്, മുഫസ്സൽ. ഇവിടെയാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. നിങ്ങൾ നേരത്തെ എല്ലാം തിരിഞ്ഞു മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാതെ പഠിച്ച ആൻസർ പറയരുത്, ആലോചിച്ച ആൻസർ പറയാം കേട്ടോ. ബി, സി, ഡി ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫിൽ ജവാബ് വഅന്നഹും ഇഖ്താറു അജ്വിബതൻ മുതഅദ്ദിദ. എ, ബി, സി, ഡി ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും ബി ആണ്. എങ്ങനെയാ നമുക്ക് നോക്കാം. ആദ്യം ഇതിന്റെ അർത്ഥം നോക്കാം. അന്ന ശംസ, സൂര്യനായതുപോലെയുണ്ട്. അൽ മുനീറ, പ്രകാശിക്കുന്ന സൂര്യനായതുപോലെയുണ്ട്. ദീനാർ, ഏതുപോലെയുണ്ട്? ദീനാർ പോലെയുണ്ട്. ജല്ലത്തുഹു, അതിനെ ഭംഗിയാക്കിയിരിക്കുന്നു. ഹദാഇദുൽ ററാബി, കൊല്ലന്റെ അടികൾ. ഹദാഇദ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഇത് അടി. അൽ-ററാബ് എന്നാണ്, ഹദാഇദുൽ ററാബ് കൊല്ലന്റെ അടികൾ നടത്തട്ടോ. വകഅന്ന ശംസൽ മുനീറ, അതെന്താണ്? പ്രകാശിക്കുന്ന സൂര്യൻ ആയതുപോലെയുണ്ട്. അപ്പൊ അദാത്ത് പറഞ്ഞു കഅന്ന.
അദാത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഅക്കദ് ഔട്ടായി. ഏതുപോലെയാണത്? ദീനാറിനെ പോലെയാണെന്ന് പറഞ്ഞു. ദീനാറിനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ അദാത്ത് പറഞ്ഞു, മുഷബ്ബഹ് പറഞ്ഞു, മുഷബ്ബഹ് ബിഹി പറഞ്ഞു. പക്ഷെ എന്ത് പറഞ്ഞില്ല? പ്രകാശിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് ദീനാറിനെ പോലെ ആയത് എന്ന് പറഞ്ഞില്ല. പ്രകാശിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് ദീനാറിനെ പോലെ ആയത് എന്ന് പറഞ്ഞില്ല. അപ്പൊ ഏത് വിഷയത്തിലാണ് എന്ന് പറഞ്ഞില്ല. അതായത് വജ്ഹു ഷബഹിനെ പറഞ്ഞില്ല. അതുകൊണ്ട് അതെന്തായി? തഷ്ബീഹ് മുജ്മലായി എന്നുള്ളതാണ്. വജ്ഹു ഷബഹിനെ പറഞ്ഞില്ല, അതുകൊണ്ട് എന്തായി? തഷ്ബീഹ് മുജ്മലായി. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം, മാദാ തുസമ്മ അത്തശ്ബീഹു അല്ലദീ ഹുദിഫ മിൻഹുൽ അദാത്ത് വവജ്ഹു ഷബഹ്. പെട്ടെന്ന് പറയണം ആൻസർ. ഇവിടെ ആരും തെറ്റിച്ചിട്ടില്ല, മാഷാ അല്ലാഹ്. തശ്ബീഹ് ബലീഗാണ്. നെക്സ്റ്റ്, അൽ ഉമ്മു മദ്റസത്തുൻ ഹാദിഹിൽ ഖിത്അ മിസ്ല للتشبيه التمثيلي، التشبيه المقلوب، التشبيه المجمل، التشبيه البليغ. യെസ്, തഷ്ബീഹുൽ ബലീഗ് ആണ് അല്ലെ. അൽ ഉമ്മു മദ്റസത്തു, ഉമ്മ എന്താണ്? ഒരു സ്കൂളാണ് എന്നുള്ളതാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ ആദത്തഹ ആദത്ത ത്വയ്യിബ് ശഅബൻ ത്വയ്യിബൽ അറാഖി എന്ന് ഹഫദ് ഇബ്രാഹിം പാടിയിട്ടുണ്ട് അല്ലെ. ഉമ്മ എന്ന് പറയുന്നത് എന്താണ്? ഒരു മദ്രസയാണ്. അതിന് മനോഹരമായി തയ്യാർ ചെയ്താൽ അതിനേക്കാൾ മനോഹരമായ ഒരു തലമുറ അത് വാർത്തെടുക്കുമെന്ന് ഹഫീദ് ഇബ്രാഹിം എന്തായിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഏതായാലും അൽ ഉമ്മു മദ്രസത്തുൻ, അവിടെ അദാത്ത് പറഞ്ഞില്ല. അൽ ഉമ്മു കൽ മദ്രസത്തി എന്ന് പറഞ്ഞില്ല. ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞില്ല. വജ്ഹു ഷബഹും പറഞ്ഞില്ല. അപ്പൊ അദാത്തും വജ്ഹു ഷബഹും രണ്ടും കളഞ്ഞാൽ എന്താണ്? തശ്ബീഹ് ബലീഗാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി ഫിൽ ഹിദായ നൗഉ ഹാദ തശ്ബീഹ് മുഅക്കദ് മുഫസ്സൽ മുർസൽ. പിന്നെ എയും ബിയും രണ്ടും വരുന്നു പറയുന്നു. ഏതാണ് ആൻസർ? ആൻസർ വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി ഫിൽ ഹിദായ. ആരെങ്കിലും ആദ്യം ഇടുന്ന കണ്ട് ചാടിക്കയറി ഇടാൻ നിൽക്കണ്ട, ആലോചിച്ചിടുക. നിങ്ങൾ മനസ്സിലാക്കി ആൻസർ ചെയ്യട്ടോ മക്കളെ. എ ബി ഒക്കെ വന്നിട്ടുണ്ട്. ഡി നമുക്ക് നോക്കാം. ആൻസർ ഡി ആണ്. ആൻസർ ഡി ആണ്. ഇങ്ങനെ മുഅക്കദുമാണ്, മുഫസ്സലാണ്. അൽ ആലിമു സിറാജ് ഉമ്മത്തി, സിറാജ് ഉമ്മത്തി എന്നുണ്ടെങ്കിൽ മുഅക്കദ് പോയനെ. അവിടെ എന്തില്ല? അദാത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് അതെന്താണ്? മുഅക്കദാണ്. അദാത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് മുഅക്കദാണ്. അതേസമയം എന്താണ്? പിന്നെ വജ്ഹു ഷബഹ് പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഹിദായ, ഏത് വിഷയത്തിലാണ് പണ്ഡിതൻ സമുദായത്തിന് വിളക്കാവുന്നത്? ഫിൽ ഹിദായ, ഹിദായത്തിന്റെ വിഷയത്തിലാണ്. അവിടെ വജ്ഹു ഷബഹ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് മുഫസ്സലാണ്. അതുകൊണ്ട് എയും ബിയും മുഅക്കദും മുഫസ്സലും എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അൽ ആലിമു പണ്ഡിതൻ, സിറാജ് ഉമ്മത്തിഹി സമുദായത്തിന്റെ വിളക്കാണ്, ഫിൽ ഹിദായ സന്മാർഗത്തിന്റെ വിഷയത്തിൽ. അവിടെ എന്തായില്ല? അദാത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് മുഅക്കദാണ്. വജ്ഹു ഷബഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് മുഫസ്സലുമാണ്. ഇപ്പൊ എയും ബിയും ഓപ്ഷൻ വരുന്ന ഡി ആണെന്ന് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അത്തശ്ബീഹു മാ ഹുസിഫ മിൻഹു വജ്ഹു ഷബഹ്. വളരെ ഈസി. മുജ്മൽ, മുഅക്കദ്, ബലീഗ്, മുർസൽ. ആരും തെറ്റിക്കരുത്. ഏതാണ്? മുഅക്കദാണല്ലേ? എല്ലാരും എ ആൻസർ പറയുന്നത്, ബി ആണ് ആൻസർ കൊടുത്തത്. എ ആണോ ആൻസർ? ബി അല്ല. ആൻസർ ഏതാണ്? എ ആണ് അല്ലെ. വജ്ഹു ഷബഹ് പറഞ്ഞിട്ടില്ല, അപ്പൊ എന്താണ്? മുജ്മലാണ്. നമുക്ക് കൺഫ്യൂസ്ഡ് ആയോ? വജ്ഹു ഷബഹ് പറഞ്ഞിട്ടില്ല, അപ്പൊ എന്താണ്? മുജ്മലാണ്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദാത്ത് പറയാത്തതിനേക്കാണ് മുഅക്കദ് എന്ന് പറയാ. ഓക്കെ അല്ലേ? കൺഫ്യൂസ്ഡ് ആക്കിയതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കും. التشبيه الذي ذكر فيه وجه الشبه يسمى تشبيه المقلوب، تشبيه المفصل، تشبيه المؤكد، تشبيه البليغ. വജ്ഹു ഷബഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മുഫസ്സലാണ്. വജ്ഹു ഷബഹ് പറഞ്ഞു കഴിഞ്ഞാൽ മുഫസ്സലാണ്. നെക്സ്റ്റ്, അത്തശ്ബീഹുൽ മുജ്മൽ. ശ്രദ്ധിച്ച് ആൻസർ. എയും ബിയും ഡി ഒക്കെ എന്തിനാ വരുന്നത്? ശ്രദ്ധിച്ച് ആൻസർ. തശ്ബീഹുൽ മുജ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉൾപ്പെടുത്തിയത്. അല്ലാതെ നമ്മളിങ്ങനെ തിയറി ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ കഴിയുന്നില്ല.
പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓപ്ഷൻ എ അല്ല മക്കളെ, തഷ്ബീഹുൽ മുജ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്ഹു ഷബഹ് പറയാത്ത സാധനത്തിലേക്കാണ്. മാലം യുസദ്ദിഹ ഫീഹി, അതിൽ വ്യക്തമാക്കിയിട്ടില്ല. ബിദിക്രി വജ്ഹു ഷബഹ്, വജ്ഹു ഷബഹ് പറഞ്ഞിട്ടില്ല എന്ന്. ഒന്നും കൂടി ഞാൻ പറയാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് പറഞ്ഞതിനിക്ക് മുർസൽ എന്ന് പറയും, അദാത്ത് കളഞ്ഞതിനിക്ക് മുഅക്കദ് എന്ന് പറയും. വജ്ഹു ഷബഹ് പറഞ്ഞതിനിക്ക് മുഫസ്സൽ എന്ന് പറയും. വജ്ഹു ഷബഹ് കളഞ്ഞതിനിക്ക് എന്ത് പറയും? മുജ്മൽ എന്ന് പറയും. മാലം യുസദ്ദിഹ ഫീഹി ബിദിക്രി വജ്ഹു ഷബഹ്, വജ്ഹു ഷബഹ് കളഞ്ഞതിനിക്ക് എന്ത് പറയും? വ്യക്തമായി പറയാത്തതിനിക്ക് എന്ത് പറയും? മുജ്മൽ എന്ന് പറയും. ഇനി അദാത്തും വജ്ഹു ഷബഹ് രണ്ടും കളഞ്ഞാൽ അതിനെന്ത് പറയും? ബലീഗ് എന്ന് പറയും. ഓക്കെ. മിൻ അഖ്സാമി തശ്ബീഹ് മുറശ്ശഹ, മുജറദ, മുത്ലഖ, മഖ്ലൂബ്. പെട്ടെന്ന് ആൻസർ വരട്ടെ. യാ, തശ്ബീഹുൽ മഖ്ലൂബാണ്, തശ്ബീഹുൽ മഖ്ലൂബാണ്. ഇനി അടുത്തൊരു ചോദ്യം. والتشبيه الذي يكون وجه الشبه فيه صورة منتزعة من عدة أشياء. التشبيه الضمني، التشبيه المرسل، التشبيه التمثيلي، التشبيه المؤكد. യാ, തശ്ബീഹു തംസീലിയാണ് പറയാം. തശ്ബീഹു തംസീൽ എന്തൊക്കെയാണ് നമ്മൾ പറയട്ടോ, ഓരോന്നും ജസ്റ്റ് ഉൾപ്പെടുത്തിയാണ്. تشبيه لا يضع فيه طرف التشبيه في صورة التشبيه المعروفة. تشبيه المقلوب، تشبيه التمثيل، تشبيه الضمني، تشبيه المركب. ഇതൊക്കെ എന്താണ് നമ്മൾ പറയും, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു. തശ്ബീഹു ضمنിയാണ്. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. كأنما الماء في صفاء وقد جرى ذائب اللجين. ذائب اللجين في هذا الشعر هو മുഷബ്ബഹ്, വജ്ഹു ഷബഹ്, അദാത്ത് ഷബഹ്, മുഷബ്ബഹ് ബിഹി. നോക്കാം മക്കളെ, ഇങ്ങനെ ആൻസർ വരും നോക്കാം. എല്ലാവരും ബി പറയുന്നുണ്ട്, ബി പറയണ്ട, ശ്രദ്ധിച്ച് ആൻസർ ചെയ്തോളൂ. ഡിയും പറയുന്നുണ്ട് കുറെ ആളുകൾ. ഇൻഷാ അല്ലാഹ് ഖദ് ഇഖ്തലഫൽ ഉലമാ. എയും വന്നിട്ടുണ്ട്. ആരെങ്കിലും സി ഏറ്റെടുക്കുകയും, സി അനാഥപ്പെടുത്തൽ, സനാഥമാക്കൂ സി എ. സി ആരും ഏറ്റെടുക്കുന്നില്ല. സി ഏറ്റെടുത്തു. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ആൻസറിലേക്ക് പോവാം. എ ബി സി ഡി ആൻസർ വന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കാം. ആൻസർ എന്താണ്? ബി, ഡി ആണ് ആൻസർ. ഡി ആണ്. എങ്ങനെ നോക്കാം? ആദ്യം അർത്ഥം നോക്കാം. കന്നമൽ മാ, വെള്ളമായതുപോലെയുണ്ട്. ഫി സഫായിൻ, അതിന്റെ തെളിമയിൽ. വഖദ് ജറ ദാഇബൽ ലുജൈൻ, വെള്ളി വെള്ളം ഒഴുകുന്നത് പോലെയുണ്ട് എന്ന് പറയാം. ദാഇബൽ ലുജൈൻ എന്ന് പറഞ്ഞാൽ വെള്ളി വെള്ളം എന്നർത്ഥം. വെള്ളിയിൽ ഉരുക്കിയാൽ കിട്ടുന്ന അതിന്റെ വെള്ള ഇതുണ്ടല്ലോ, അതാണ് ദാഇബൽ ലുജൈൻ എന്ന് പറയുന്നത്. ദാബ യദൂബ് എന്ന് പറഞ്ഞാൽ ഉരുക്കുക എന്നർത്ഥം. അപ്പൊ കന്നമൽ മാ, വെള്ളം ആയതുപോലെയുണ്ട്. കന്നാണ് അദാത്ത്, മാ ആണ് മുഷബ്ബഹ്, അതിനാണ് സാദൃശ്യപ്പെടുന്നത്. വജ്ഹു ഷബഹ് ഏതാണ്? ഫി സഫായിൻ, തെളിമയിലാണ് സാദൃശ്യപ്പെടുന്നത്. എന്തിനോട്? വഖദ് ജറാ ദാഇബൽ ലുജൈൻ, വെള്ളി വെള്ളം ഒഴുകുന്നത് പോലെയുണ്ട് എന്നാണ്. അപ്പൊ വെള്ളി വെള്ളം എന്നുള്ള ഇവിടെ എന്താണ്? മുഷബ്ബഹ് ബിഹിയാണ് അല്ലെ? എന്നോട് പറയാണ് കഅന്നയാണ് ഇവിടെ അദാത്ത്, മാഇനെയാണ് ഉണ്ടാവുന്നത് തഷ്ബീഹ് ചെയ്യുന്നത്. കഅന്നമൽ മാ, വെള്ളം ആയതുപോലെയുണ്ട്. അപ്പൊ മാ ആണ് ഇവിടെ മുഷബ്ബഹ്. ഏത് വിഷയത്തിലാണ് തഷ്ബീഹ് ചെയ്യുന്നത്? ഇവിടെ ആദ്യം അത് വന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ഫി സഫായിൻ, അതിന്റെ തെളിമയിൽ. വെള്ളം അതിന്റെ തെളിമയിൽ ആയതുപോലെയുണ്ട്. ഏതുപോലെയുണ്ട്? വഖദ് ജറാ ദാഇബൽ ലുജൈനി, വെള്ളി വെള്ളം ഒഴുകുന്നത് പോലെയുണ്ട് എന്ന് പറയും. അപ്പൊ ദാഇബൽ ലുജൈനിയോട് വെള്ളത്തെ, മാഇനെ എന്താണ്? സാദൃശ്യപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ്? അതാണ് ഇപ്പോ ദാഇബൽ ലുജൈനി എന്നുള്ള ഇവിടെ മുഷബ്ബഹ് ബിഹിയാണ് എന്ന് കാണാൻ കഴിയും. മുഷബ്ബഹ് ബിഹിയാണ് എന്ന് കാണാൻ കഴിയും. ഓക്കെ. അടുത്തൊരു ചോദ്യം നോക്കാം. അർക്കാനു തശ്ബീഹ് സലാസ അർബ ഖംസ സിത്ത. ഏത് തശ്ബീഹാണ് നമുക്ക് പറയാട്ടോ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും കുറെ ആളുകൾക്ക്. അതുകൊണ്ടാണ് അത്തരം വിശദീകരണങ്ങളിലേക്ക് പോവാത്തത്. ആദ്യം നമുക്ക് സിംഗിൾ ഒക്കെ എടുത്ത് പിന്നെ 4ഉം 6 ഒക്കെ അടിക്കാം. ഓക്കെ. പെട്ടെന്നല്ലേ? 4എണ്ണാണല്ലേ? അർബാത്താണ്. കാന തശ്ബീഹ് അർബഅത്തിൽ, 4എണ്ണമാണ്. ഓക്കെ, എല്ലാവരും ശരിയാണ്. ഇനി അടുത്തൊരു ചോദ്യം. കാന അഖ്ലാഖക സോറി ഫീ ലുത്ഫിഹ വരിഖത്തിൻ ഫിഹ നസീമ സ്വബാഹി അൽ മുഷബ്ബഹു ഫിൽ ബൈത്തി. ഈ ബൈത്തിലുള്ള മുഷബ്ബഹ് ഏതാണെന്ന് പറയുന്നത്? ഇതിന്റെ അർത്ഥമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി തെറ്റിക്കരുത് മക്കളെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം.
ഒരാൾ ഡി പറയുന്നുണ്ട്, എല്ലാവരും ഡി പറയണ്ട. വെറുതെ പറ്റിക്കാണ് നിങ്ങളെ. എല്ലാവരും ഡി ആണ്, ഒറ്റക്കെട്ടാണ്. ഐക്യമത്യൻ മഹാബലം എന്നുള്ള. അപ്പൊ നോക്കാം. ഡി തന്നെയാണല്ലേ? ഞങ്ങൾക്ക് മഹാപണ്ഡിതന്മാരാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു ഹിദായത്ത് ചെയ്യും. കന്നഖലാക്ക, നിങ്ങളുടെ സ്വഭാവമായതുപോലെയാണ്. ഫീലത്തുക, അതിന്റെ നൈർമല്യതയും. വരക്കത്തിൻ ഫിഹ, അതിന്റെ ലാളിത്യത്തിലും. നസീമ സബാഹ്, പ്രഭാതത്തിലെ മന്ദമാരും ഇതിനെ പോലെയുണ്ട്. അപ്പൊ അഖലാഖിനെയാണ്, എന്റെ സ്വഭാവത്തെയാണ് എന്താകുന്നത് ഇവിടെ തഷ്ബീഹ് ചെയ്യുന്നത്. അതാണ് മുഷബ്ബഹ്. മുഷബ്ബഹ് ബിഹി ഏതാണ്? നസീമ സബാഹ് എന്നുള്ളതാണ്. അദാത്ത് ഏതാണ്? കഅന്ന എന്നുള്ളതാണ്. വജഹു ശബഹ് ഏതാണ്? റിഖത്തും ലുത്ഫ് റിഖത്ത് എന്നിവയുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. കഅന്നമൽ മാഅ ഫീ സഫാഇൻ വഖദ് ജറാ ദാഇബൽ ലുജൈനി എന്ന് പറഞ്ഞു. ഇവിടെ വജഹു ശബഹ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ദാഇബൽ ലുജൈനി എന്നുള്ള ക്വസ്റ്റ്യൻ അത് വിട്ടേക്കട്ടോ. ഇവിടെ വജഹു ശബഹ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇനി തെറ്റിക്കരുത്, വ്യക്തമായി പറഞ്ഞതാണ്. അത് വിചാരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ള ആൻസർ പറയാതിരിക്കുന്നു കേട്ടോ. യെസ്, നിങ്ങൾ എല്ലാവരും ഉഷാറാണ്. സിഫ എന്നുള്ളതാണ്, സി ആണ് അല്ലെ? സിഫ എന്നുള്ളതാണ്. നോക്ക്, യജിബ് അൻ യകൂന അഖ്വ വ അൽഹർ ഫിൽ മുശബ്ബഹി ബിഹി മിൻഹു ഫിൽ മുശബ്ബഹി മാ ഹുവ. വജഹു തശ്ബീഹ്, അദാത്ത് തശ്ബീഹ്, മുശബ്ബഹ്, മുശബ്ബഹ് ബിഹി. നമുക്ക് നോക്കാം. സിയും ഡി ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ എ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വജഹു തശ്ബീഹാണ്, വജഹു തശ്ബീഹാണ് അല്ലെ? നമ്മൾ നോക്ക്, നന്നായി ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയെ നോക്കി, അവൻ എന്താണ്? അവന് കോഴിക്കോടിന്റെ മെസ്സിയാണെന്ന് പറയും. അവന് കോഴിക്കോടിന്റെ മെസ്സിയാണെന്ന് പറയും. അപ്പൊ കോഴിക്കോടിന്റെ മെസ്സിയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുന്ന മെസ്സിക്ക് എന്തോ ഒരു പവർ ഉണ്ടല്ലോ അല്ലെ? മെസ്സിയിൽ എന്തോ ഒരു പവർ ഉണ്ട് ഇവനേക്കാൾ. അപ്പൊ അതുകൊണ്ടാണ് ഇവനെന്താകുന്നത്? മെസ്സിയോട് സാദൃശ്യപ്പെടുന്നത് അല്ലെ? അപ്പോ മുഷബ്ബഹ് ബിഹിയിൽ ഏറ്റവും കൂടുതൽ അഖ്വ വൽഹറായിട്ട് എന്ത് വേണം? വജഹു തശ്ബീഹ് ഉണ്ടാകുമ്പോഴാണ് അതിനോട് സാദൃശ്യപ്പെടുത്തുള്ളൂ അല്ലെ? നമ്മൾ പറഞ്ഞ എന്താണ്? അർറജുലു കൽ അസദി ഫി ഷജാഅ. അർറജുലു, ഈ മനുഷ്യൻ, കൽ അസദി, സിംഹത്തെ പോലെയാണ്, ഫി ഷജാഅ, ധീരതയിൽ. അപ്പോ ഈ അസദിൽ എന്തുണ്ട്? ധീരത എന്നുള്ള വിശേഷണം അഖ്വ വൽഹർ ഈ മുഷബ്ബഹിനേക്കാൾ ഏറ്റവും ശക്തനായി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് എന്താവുള്ളൂ? നമ്മൾ അവിടെ തശ്ബീഹ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ പറയാം എന്നെ പോലെയുണ്ട് മമ്മൂട്ടി എന്ന് പറയില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയെ പോലെ ഉണ്ട് എന്നല്ലേ പറയുള്ളൂ. മമ്മൂട്ടി എന്താണ്? അഭിനയ കുലപതിയാണ്, ഭംഗിയുള്ള മനുഷ്യനാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാൻ മമ്മൂട്ടിയെ പോലെ ഉണ്ടെന്ന് പറയും. ഇല്ലാതാണ് നേരെ തിരിച്ചു പറയോ? എന്ത്? മമ്മൂട്ടി എന്നെ പോലെ ഉണ്ടെന്ന് പറയില്ല. അപ്പം മമ്മൂട്ടിയിലാണ് അഖ്വ വൽഹറായിട്ട് എന്നുള്ളത് വജഹു തശ്ബീഹ് ഉള്ളത്. മുഷബ്ബഹ് ബിഹിയിലാണ് എന്ത് വേണ്ടത്? വജഹു തശ്ബീഹ് അഖ്വ വൽഹറായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, യജിബു, നിർബന്ധമാണ്, അൻ യകൂന, ഉണ്ടാവൽ, അഖ്വ വൽഹർ, ഏറ്റവും ശക്തമായിട്ട് ഉണ്ടാവൽ, ഫിൽ മുഷബ്ബഹി ബിഹി, മുഷബ്ബഹ് ബിഹിയിൽ, മിൻഹു ഫിൽ മുഷബ്ബഹി, മുഷബ്ബഹിനേക്കാൾ, മാഹുവ, അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ബേസിക് ആയിട്ട് എപ്പോഴും എന്ത് വേണം? മുഷബ്ബഹ് ബിഹിയിൽ എപ്പോഴും വജഹു തശ്ബീഹ് അഖ്വ വൽഹറായിട്ട് വേണം. അതല്ലാതെ വരുമ്പോൾ മഖ്ലൂബാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും, കമന്റുകൾ പറയുന്നുണ്ട്. അതായത് മുഷബ്ബഹ് ബിഹിയിൽ എപ്പോഴും വജഹു തശ്ബീഹ് എന്തായിരിക്കണം? അഖ്വ വൽഹറായിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴേ തശ്ബീഹ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിളായി പറഞ്ഞാൽ ഒന്നുകൂടി പറയണം. അർറജുലു കൽ അസദി ഫി ഷജാഅ, ഈ മനുഷ്യൻ എന്താണ്? സിംഹത്തെ പോലെയാണ്, ഫി ഷജാഅ, ധീരതയിൽ. അപ്പൊ സിംഹത്തിൽ എന്തുണ്ട്? ധീരത എന്ന വിശേഷണം മറ്റുള്ളവരെക്കാളൊക്കെ മികച്ചു നിൽക്കുന്നുണ്ട്. അതായത് മുഷബ്ബഹിയായ റജുലിനേക്കാൾ മികച്ചു നിൽക്കുന്നതുകൊണ്ടാണ് സിംഹത്തോട് ഇദ്ദേഹത്തെ എന്താവുന്നത്? തശ്ബീഹ് ചെയ്യുന്നത് എന്നർത്ഥം. മുഷബ്ബഹ് ബിഹിയിലായി ഇരിക്കണം എപ്പോഴും അത് തശ്ബീഹ് അഖ്വ വൽഹറായിട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ അഖ്സാമു തശ്ബീഹ് നമ്മൾ ചർച്ച ചെയ്തു. 5 പറഞ്ഞു. മുർസല് പറഞ്ഞു, മുഅക്കദ്, മുഫസ്സല്, മുജ്മല്, ബലീഗ് ഒക്കെ പറഞ്ഞു. അവിടെ നമുക്ക് നമ്മളെ അദാത്ത് കളയുന്നതും പറയുന്നതും അതുപോലെ വജഹു ശബഹ് പറയുന്നതും കളയുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് നമ്മൾ അതിനെ ഖിസ്മ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ഖിസ്മിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്തൊരു സെഷനിൽ ഇത് പറയാം. ഇതിന്റെ കുറെ 3 ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത സെഷനിൽ എന്താക്കാം, ഈ ഭാഗങ്ങളും ഇനി അവറാദുൽ തശ്ബീഹും കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു ഇൻഷാ അള്ളാഹ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എന്ത്? പിന്നെ ഈ മുഫസ്സലും മുഅക്കദും അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കണം? പിന്നെ വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോഴേ അടുത്ത ഇതിൽ മഖ്ലൂബും പിന്നെ തംസീലും ഗൈറു തംസീലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്താവുള്ളൂ? മനസ്സിലാവുകയുള്ളൂ.
ഓക്കെ, വല്ലാഹു ബാരിക് ഫീക്കും. ശുക്രൻ ലഹുസ്നി ഇസ്തിമാഇക്കും. ബാറകല്ലാഹു ലക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ അഹ്സനൽ ജസാ.